യഹോവയുടെ വാതിലുകളിൽ സ്തോത്രത്തോടും അവിടുത്തെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും വരുവിൻ. യഹോവയ്ക്ക് സ്തോത്രം ചെയ്ത് അവിടുത്തെ നാമത്തെ വാഴ്ത്തുന്നു. ദൈവമേ, അങ്ങേ എൻ്റെ ദൈവം, അധികാലത്ത് ഞാൻ അങ്ങേ അന്വേഷിക്കും. വെള്ളമില്ലാതെ ഉണങ്ങിയവരുടെ ദേശത്തെ എൻ്റെ ഉള്ള അങ്ങേക്കായി ദാഹിക്കുന്നു. എൻ്റെ ദേഹം അങ്ങേക്കായി കാക്ഷിക്കുന്നു. അങ്ങനെ അവിടുത്തെ ബലവും മഹത്വവും കാണേണ്ടതിന് ഞാൻ വിശുദ്ധ മന്ദിരത്തിൽ അങ്ങേ നോക്കിയിരിക്കുന്നു. നമുക്ക് അനുഭവത്തിൽ പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, അങ്ങേക്ക് സകല ഹൃദയങ്ങളും തുറന്നിരിക്കുന്നവയും സകല ആഗ്രഹങ്ങളും അറിയപ്പെട്ടവയുമാകുന്നു. ഞങ്ങൾ നിന്ന് രഹസ്യങ്ങളൊന്നും അറിഞ്ഞിരിക്കുന്നില്ല. ഞങ്ങളതിനെ പൂർണ്ണമായി സ്നേഹിക്കാനും അങ്ങയുടെ പരിശുദ്ധ നാമത്തെ യോഗ്യമായി മഹത്വപ്പെടുത്താനും പരിശുദ്ധാത്മാവിന്റെ വിശ്വാസത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം വെടിപ്പാക്കണമേ. ആമേൻ. ദൈവനാമ സ്തുതിക്കും മഹത്വത്തിനുമായി ക്രിസ്തീയ ആരാധനയ്ക്കുള്ള പാഠപുസ്തകത്തിൽ 41 പാട്ട് നമുക്കെല്ലാവർക്കും എഴുന്നേറ്റെന്ന് പാടാൻ. പാദം വന്ദനമേ തിരുകൃപ പാപിക്ക് ധനമേ തുടങ്ങുന്ന 41 പാട്ട്. ദൈവം തന്റെ വിശുദ്ധ മന്ദിരത്തിലുള്ള സർവഭൂമിയും തിരുസന്നിധിയിൽ മൗനമായിരിക്കട്ടെ. ഞാനും അങ്ങയുടെ കൃപയുടെ ബഹുത്വത്താൽ അങ്ങയുടെ ആലയത്തിലേക്ക് പ്രവേശിക്കും. യഹോവ എന്റെ വെളിച്ചവും എന്റെ രക്ഷയുമാകുന്നു. ഞാൻ ആരെ ഭയപ്പെടും? യഹോവയുടെ ജീവന്റെ വെളിച്ചം, ഞാൻ ആരെ പേടിക്കും? അവിടെ നമ്മുടെ പാവങ്ങൾക്കൊത്തവണ്ണം നമ്മോട് ചെയ്യുന്നില്ല, നമ്മുടെ അകത്യങ്ങൾക്കൊത്തവണ്ണം നമ്മോട് പകരം ചെയ്യുന്നതുമില്ല. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ അവിടുത്തെ ദയ തന്റെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നു. യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്ക് ഞാൻ എന്ത് പകരം കൊടുക്കും? ഞാൻ രക്ഷയുടെ പാനപാത്രം എടുത്ത യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. ദൈവമേ, എന്നെ ശോധന ചെയ്തെന്റെ ഹൃദയത്തെ അറിയണമേ. എന്നെ
പരീക്ഷിച്ച് എൻ്റെ ജനങ്ങളെ അറിയണമേ. വ്യവസായത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ. നമുക്ക് ചേർന്ന് ചൊല്ലാം, കർത്താവേ എൻ്റെ അധരങ്ങളെ തുറക്കണമേ, എന്നാൽ വായ അങ്ങയുടെ സ്തുതിയെ ഉണർത്തും. ക്രിസ്തു യേശുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവരും വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുമായുള്ളവരെ, ദൈവത്തിൻ്റെ മുമ്പിൽ പ്രാർത്ഥനയോടുകൂടെ എത്താൻ നമ്മുടെ ഹൃദയങ്ങളെ ഉയർത്തുകയും ഇവിടെ നിശ്ചയമായി ദൈവഭവനവും സ്വർഗവാദനമുണ്ട്. നമുക്ക് ആശ്വാസവും സന്തോഷവും സകല ബുദ്ധിയും കഴിയുന്ന സമാധാനം വെച്ച് നൽകുവാൻ ദൈവം സാധിച്ചിരിക്കുന്നു. ഇവിടെ വെച്ച് തിരുവചനം വിശുദ്ധ സാക്രമന്റുകൾ മുഖാന്തരം ദൈവം നമ്മോട് സംസാരിക്കുന്നതായി നാം കേൾക്കുന്നുവല്ലോ. ഇങ്ങനെ നമ്മെ സമീപിച്ചിരിക്കുന്ന ദൈവത്തോട് നാം അണഞ്ഞു ചെന്ന് നമ്മുടെ കൃതജ്ഞതാസ്തോത്രങ്ങൾ അർപ്പിക്കുന്നത് യോഗ്യവും ന്യായവുമാകുന്നു. എന്നാലും നാം പാപം ചെയ്തു പോയിട്ടുള്ളവരും ദൈവത്തിൻ്റെ പരിശുദ്ധ സന്നിധിയിൽ നിൽക്കാൻ യോഗ്യതയില്ലാത്തവരുമാണെന്ന് ഓർത്ത് പരമാർത്ഥമായ അനുതാപത്തോടെ നമ്മുടെ പാപം ഏറ്റുപറയുക. പ്രാർത്ഥിക്കുക. ആരാധനക്രമം 10-ാം പുറത്തിലാണെന്ന പ്രാർത്ഥന നടക്കുക. ആരാധനക്രമം 10. സർവശക്തനും കാരുണ്യവാനുമായ ദൈവമേ, സത്യമായി അനുഭവിക്കുന്നവരെ കൈക്കൊള്ളുമെന്ന അടുത്ത വാഗ്ദാനങ്ങളിൽ ആശ്രയിച്ചുകൊണ്ട് തിരുമുമ്പാകെ ഞങ്ങളുടെ പാപങ്ങളും കുറ്റങ്ങളും ഏറ്റുപറയുന്നു. ദൈവമേ, ഞങ്ങൾ അങ്ങേക്ക് വിരോധമായി പാപം ചെയ്ത് അവിടുത്തെ കൽപ്പനകളെല്ലാം ലംഘിച്ചിരിക്കുന്നു. അറിഞ്ഞും അറിയാതെയും വിചാരത്തിലും വാക്കിലും പ്രവൃത്തിയിലും ഞങ്ങൾ പിഴച്ചു. തിരുവിഷ്ടത്തിന് പ്രസാദമുള്ളത് ഞങ്ങൾ ചെയ്യാതെ തിരുമുമ്പാകെ അറപ്പും വെറുപ്പുമുള്ളവ ചെയ്ത് അവിടുത്തെ കോപത്തിന് ശിക്ഷയ്ക്കും പാത്രം തുടച്ചിരിക്കുന്നു. തിരുരാജ്യത്തിൻ്റെ കെട്ടുപണിയിൽ ഞങ്ങൾ അവിടത്തോട് പങ്കാളികളാകാതെ ഞങ്ങളുടെ സ്വാർത്ഥകാര്യങ്ങൾ അന്വേഷിച്ച് ജീവിച്ചു. ഞങ്ങൾ പാപത്തോട് മരണത്തോളം എതിർത്ത് നിൽക്കുകയോ ഞങ്ങളുടെ ചുറ്റും കാണുന്ന അനീതികളോട് ശക്തമായി പോരാടുകയോ ചെയ്തിട്ടില്ല. ഞങ്ങൾ മറ്റുള്ളവരെ ശുശ്രൂഷിക്കാതെ ശുശ്രൂഷിക്കപ്പെടുവാൻ ആഗ്രഹിച്ചു. ഇവർ നിമിത്തം തിരുനാമത്തിന് അപമാനവും ഞങ്ങളുടെ ചുറ്റുമുള്ളവർക്ക് നഷ്ടവും ഞങ്ങൾ വരുത്തിയിരിക്കുന്നു. പാപിയുടെ മരണം ഇഷ്ടമില്ലാത്ത കർത്താവേ, മഹാപാപികളായ ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളുടെ സകല പാപങ്ങളും ക്ഷമിച്ച് ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ. പരിശുദ്ധനും നീതിമാനുമായ ദൈവമേ, സകല മലിനതകളിൽ നിന്ന് കറകളിൽ നിന്ന് ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവൻ നിഷ്കളങ്കമായി ജീവിച്ച് ലോകത്തിൻ്റെ വെളിച്ചമായി ശോഭിക്കാനും ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവിൽ പ്രത്യാശയോടെ എതിരേൽക്കാനും അവിടുത്തെ മഹത്വ രാജ്യത്തിൽ നിത്യാനന്ദ അനുഭവിക്കാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. ആമേൻ. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ അടുക്കലുണ്ട്. അവിടെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. നമ്മുടേതിന് മാത്രമല്ല, സർവ്വലോകത്തിൻ്റെ പാപത്തിനും തന്നെ. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് യേശു തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങൾ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി അവിടുത്തെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. സർവശക്തനും കാരുണ്യവാനുമായ കർത്താവ് പാപമോചനവും മാപ്പും ജീവിതം പുതുക്കുന്നതിനുള്ള അവസരവും പരിശുദ്ധാത്മാവിൻ്റെ കൃപയും ആശ്വാസവും നമുക്ക് നൽകുമാറാകട്ടെ. ആമേൻ. നമുക്ക് ദൈവത്തിന് സ്തോത്രം അർപ്പിക്കാം. നമ്മുടെ പാപങ്ങളെ ദൈവസന്നിധിയിൽ ഉണർന്നപ്പോൾ ദൈവം നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ചു നൽകിയത് സത്യമായി അനുഭവിക്കുന്നവരെ കൈക്കൊള്ളുമെന്ന അവിടുത്തെ വാഗ്ദാനങ്ങളിൽ നമുക്ക് ആശ്രയിക്കാം. 15-ാം പുറത്ത് കാണുന്ന സ്തോത്ര പ്രാർത്ഥന നമുക്ക് അതിനായിട്ട് ഉപയോഗിക്കാം. ഓരോ പ്രാർത്ഥനകൾക്കും പിന്നാലെ ദൈവമേ, ഞങ്ങൾ അങ്ങ് സ്തോത്രം ചെയ്യുന്നു എന്ന് പറയാം. നിത്യനായ ദൈവമേ, അങ്ങ് നീതിയും വിശുദ്ധിയും സ്നേഹവും ഉള്ളവനാകയാൽ അങ്ങ് സകലത്തെയും ഭരിക്കുന്നത് കൊണ്ട് ക്രിസ്തു യേശുവിൽ ദൈവം തന്നെ നമുക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് മാതാപിതാക്കൾ, മക്കൾ, ദമ്പതികൾ, സഹോദരി, സഹോദരന്മാർ, വൃദ്ധ മാതാപിതാക്കൾ മുതലായി പലവിധത്തോളം നമ്മളോട് ബന്ധപ്പെട്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി സഭാ ശുശ്രൂഷകർ, ബോധകന്മാർ, അധ്യാപകർ, ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, തൊഴിലാളികൾ, മിഷണറിമാർ, മറ്റ് സുഹൃത്തുക്കൾ എന്നിവർക്കായി ഞങ്ങളുടെ രാജ്യത്തിനും ഭരണ സംവിധാനത്തിനും വേണ്ടി ആടുമാടുകൾ, മഴ, വെയിൽ, നിലം, പുരയിടം, മറ്റു ഉപജീവന മാർഗങ്ങൾ എന്നിവയ്ക്കായി ദിനം പ്രതിയുള്ള ആഹാരം, വസ്ത്രം, വാസസ്ഥലം എന്നീ നന്മകൾക്കായി ആശുപത്രികൾ, വിദ്യാലയങ്ങൾ എന്നിവയ്ക്കായി
കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായിരുന്നതിനായും പ്രതിസന്ധികളിൽ ദൈവ നടത്തിപ്പ് ലഭിച്ചതിനായും ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു ഞങ്ങളെ രക്ഷിക്കുന്നതിന് ലോകത്തിൽ മനുഷ്യനായി അവതരിച്ച് ജീവിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ് വീണ്ടും ജീവിക്കുന്നതിനായും ദൈവവചനം എന്ന വിശിഷ്ട ദാനത്തിനായി ദൈവം നമുക്ക് നൽകുന്ന പാപക്ഷമയ്ക്കായി ക്രിസ്തുവിൽ ലഭിക്കുന്ന സമൃദ്ധിയായ ജീവനായും നാം അനുഭവിക്കുന്ന നിത്യജീവന്റെ പ്രത്യാശയ്ക്കായി നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള പിതാവായ ദൈവമേ, അങ്ങയുടെ നന്മയിൽ എല്ലായ്പ്പോഴും ആശ്രയിക്കാൻ ഞങ്ങൾക്ക് കൃപ ചെയ്യണമേ. അങ്ങനെ ഞങ്ങൾക്ക് സദാ സമീപസ്ഥനാകുന്നു. അവിടുത്തെ സ്നേഹം ഞങ്ങൾ ഒരിക്കലും കൈവിടുകയില്ലെന്ന് സർവകാലത്ത് നിത്യദൈവം ഞങ്ങളുടെ അഭയസ്ഥാനമെന്ന് വിശ്വസിക്കാൻ കൃപയുകയായിരുന്നു. തികഞ്ഞ പരമാർത്ഥതയോടെ അവിടുത്തെ പിന്തുടരുവാനും പ്രശാന്തവും സംതൃപ്തവുമായ മനസ്സോടുകൂടെ അവിടുത്തെ ഇഷ്ടം ചെയ്ത് തിരുനാമത്തെ മഹത്വപ്പെടുത്തുവാനും ശക്തിയുള്ളവരാക്കി തീർക്കണമെന്ന് യേശു മിശിഹായോട് അപേക്ഷിക്കുന്നു. ആമേൻ. ദൈവനാമസ്തുതിക്കും മഹത്വത്തിനുമായി ക്രിസ്തീയ ആരാധനയ്ക്കുള്ള പാഠപുസ്തകത്തിൽ 459 പാട്ട് നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ും
സങ്കീർത്തനം 8. ഞങ്ങളുടെ കർത്താവായ യഹോവേ, നിന്റെ നാമം ഭൂമിയിലൊക്കെ എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു. നീ ആകാശത്തിൽ നിന്റെ തേജസ് വച്ചിരിക്കുന്നു. നിന്റെ വൈരികൾ നിമിത്തം ശത്രുവിനെയും പകയെയും മിണ്ടാതാക്കുവാൻ തന്നെ നീ ശിശുക്കളുടെയും മുലകുടിക്കുന്നവരുടെയും വായിൽ നിന്ന് ബലം നിയമിച്ചിരിക്കുന്നു. നിന്റെ വിരലുകളുടെ പണിയായ ആകാശത്തെയും നീ ഉണ്ടാക്കിയ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കുമ്പോൾ മർദ്ദനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്ത്? മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്തുമാത്രം? നീ അവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു. നിന്റെ കൈകളുടെ പ്രവൃത്തികൾക്ക് നീ അവനെ അധിപതിയാക്കി സകലത്തെയും അവന്റെ കാൽ കീഴാക്കിയിരിക്കുന്നു. ആടുകളെയും കാളകളെയും എല്ലാം, കാട്ടിലെ മൃഗങ്ങളെയൊക്കെയും, ആകാശത്തിലെ പക്ഷികളെയും സമുദ്രത്തിലെ മത്സ്യങ്ങളെയും സമുദ്രമാർഗങ്ങളിൽ സഞ്ചരിക്കുന്ന സകലത്തെയും തന്നെ. ഞങ്ങളുടെ കർത്താവായ യഹോവേ, നിന്റെ നാമം ഭൂമിയിലൊക്കെ എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു. പിതാവിനും പുത്രനും വിശുദ്ധന്മാരും മഹത്വം ഉണ്ടാക്കി. പ്രകാരം തന്നെ എല്ലാവർക്കും ഇന്നത്തേക്കുള്ള വേദഭാഗങ്ങൾ വായിച്ചു. വായനയ്ക്കായി നൽകിയിട്ടുള്ള പഴയ നിയമ വേദഭാഗം സംഖ്യാപുസ്തകം 22-ാം അധ്യായം 21 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ. സംഖ്യാപുസ്തകം 22-ാം അധ്യായം 21 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ. ബിലെയാം രാവിലെ എഴുന്നേറ്റ് കഴുതയ്ക്ക് കോപ്പിട്ട് മൊവാക്യ പ്രമുഖന്മാരോട് കൂടെ പോയി. അവൻ പോകുന്നത് കണ്ട് ദൈവത്തിന്റെ കോപം ജ്വലിച്ചു. യഹോവയുടെ ദൂതൻ വഴിയിൽ അവന് പ്രതിയോഗിയായി നിന്നു. അവനോ കഴുതപ്പുറത്ത് കയറി യാത്ര ചെയ്യുകയായിരുന്നു. അവന്റെ 2 ബാല്യക്കാരും കൂടെ ഉണ്ടായിരുന്നു. യഹോവയുടെ ദൂതൻ വാളൂരി പിടിച്ചു കൊണ്ട് വഴിയിൽ നിൽക്കുന്നത് കഴുത കണ്ടു. കഴുത വഴിയിൽ നിന്ന് മാറി വയലിലേക്ക് പോയി. കഴുതയെ വഴിയിലേക്ക് തിരിക്കേണ്ടതിന് ബിലെയാം അതിനെ അടിച്ചു. പിന്നെ യഹോവയുടെ ദൂതൻ ഇരുപുറവും മതിലുള്ള മുന്തിരിത്തോട്ടങ്ങളുടെ ഇടുക്കുവഴിയിൽ നിന്നും. കഴുത യഹോവയുടെ ദൂതനെ കണ്ടപ്പോൾ മതിലരികെ ഒതുങ്ങി ബിലെയാമിന്റെ കാൽ മതിലോട് ചേർത്ത് ഞെക്കി. അവൻ അതിനെ വീണ്ടും അടിച്ചു. പിന്നെ യഹോവയുടെ ദൂതൻ മുമ്പോട്ട് ചെന്ന് ഇടത്തോട്ടും വലത്തോട്ടും മാറുവാൻ വഴിയില്ലാത്ത ഒരു ഇടുക്കിടയിൽ നിന്നു. യഹോവയുടെ ദൂതനെ കണ്ടപ്പോൾ കഴുത ബിലെയാമിന്റെ കീഴെ കിടന്നു കളഞ്ഞു. ബിലെയാമിന്റെ കോപം ജ്വലിച്ചു. അവൻ കഴുതയെ വടികൊണ്ടടിച്ചു. അപ്പോൾ യഹോവ കഴുതയുടെ വായ തുറന്നു. അത് ബിലെയാമിനോട്, നീ എന്നെ ഈ 3 പ്രാവശ്യം അടിപ്പാൻ ഞാൻ നിന്നോട് എന്ത് ചെയ്തു എന്ന് ചോദിച്ചു. ബിലെയാം കഴുതയോട്, നീ എന്നെ കളിയാക്കിയത് കൊണ്ടത്രേ. എൻ്റെ കയ്യിൽ ഒരു വാൾ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ നിന്നെ കൊന്നുകളയുമായിരുന്നു എന്ന് പറഞ്ഞു. കഴുത ബിലെയാമിനോട്, ഞാൻ നിന്റെ കഴുതയല്ലയോ? ഇക്കാലമൊക്കെ എൻ്റെ പുറത്തല്ലയോ നീ കയറി നടന്നത്? ഞാൻ എപ്പോഴെങ്കിലും ഇങ്ങനെ നിന്നോട് കാണിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് അവൻ പറഞ്ഞു. അപ്പോൾ യഹോവ ബിലെയാമിന്റെ കണ്ണ് തുറന്നു. യഹോവയുടെ ദൂതൻ വാളൂരി പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് അവൻ കണ്ടു. സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. യഹോവയുടെ ദൂതൻ അവനോട്, ഈ 3 പ്രാവശ്യം നീ കഴുത അടിച്ചതെന്ത്? ഇതാ ഞാൻ നിനക്ക് പ്രതിയോഗിയായി പുറപ്പെട്ടിരിക്കുന്നു. നിന്റെ വഴി നാശകരം എന്ന് ഞാൻ കാണുന്നു. കഴുത എന്നെ കണ്ട് ഈ 3 പ്രാവശ്യം എൻ്റെ മുമ്പിൽ മാറിപ്പോയി. അത് മാറിപ്പോയിരുന്നില്ലെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ നിന്നെ കൊന്നുകളയുകയും അതിനെ ജീവനോടെ രക്ഷിക്കുകയും ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞു. ബിലെയാം യഹോവയുടെ ദൂതനോട്, ഞാൻ പാപം ചെയ്തിരിക്കുന്നു. നീ എനിക്ക് എതിരായി വഴിയിൽ നിന്നിരുന്നു എന്ന് ഞാൻ അറിഞ്ഞില്ല. ഇത് നിനക്ക് അനിഷ്ടമെന്ന് വരിക ഞാൻ മടങ്ങിപ്പോയിക്കൊള്ളാം എന്ന് പറഞ്ഞു. യഹോവയുടെ ദൂതൻ ബിലെയാമിനോട്, ഇവരോട് കൂടെ പോവുക, എങ്കിലും ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന വചനം മാത്രമേ പറയാവൂ എന്ന് പറഞ്ഞു. ബിലെയാം ബലാക്കിന്റെ പ്രഭുക്കന്മാരോട് കൂടെ പോവുകയും ചെയ്തു. വായിച്ചു ദൈവജനങ്ങളാണ്. വായനയ്ക്കായി ബന്ധപ്പെട്ടിരിക്കുന്ന ലേഖന വേദഭാഗം
1-ാം അധ്യായം 17 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. 1-ാം അധ്യായം 17 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. സഹോദരന്മാരെ, വഞ്ചിക്കപ്പെടരുത്. എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന് ഇറങ്ങി വരുന്നു. അവന് വികാരമോ ഗതിഭേദത്താലുള്ള ആച്ഛാദനമോ ഇല്ല. നാം അവൻ്റെ സൃഷ്ടികളിൽ ഒരുവിധം ആദ്യഫലമാകേണ്ടതിന് അവൻ തൻ്റെ ഇഷ്ടം ഹേതുവായി സത്യത്തിൻ്റെ വചനത്താൽ നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു. പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ അത് അറിയുന്നുവല്ലോ. എന്നാൽ ഏത് മനുഷ്യനും കേൾക്കാൻ വേഗതയും പറയാൻ താമസവും കോപത്തിന് താമസമുള്ളവൻ ആയിരിക്കട്ടെ. മനുഷ്യന്റെ കോപം ദൈവത്തിൻ്റെ നീതിയെ പ്രവർത്തിക്കുന്നില്ല. ആകയാൽ എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളുവിൻ. എങ്കിലും വചനം കേൾക്ക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായും ഇരിപ്പിൻ. ഒരുത്തൻ വചനം കേൾക്കുന്നു എങ്കിലും ചെയ്യാത്തവനായിരുന്നാൽ അവൻ തൻ്റെ സ്വാഭാവിക മുഖം കണ്ണാടിയിൽ നോക്കുന്ന ആളോടൊക്കുന്നു. അവൻ തന്നെത്താൻ കണ്ടു പുറപ്പെട്ട് താൻ ഇന്ന രൂപമായിരുന്നു എന്ന് ഉടനെ മറന്നുപോകുന്നു. സ്വാതന്ത്ര്യത്തിൻ്റെ തികഞ്ഞ ന്യായപ്രമാണം ഉറ്റുനോക്കി അതിൽ നിലനിൽക്കുന്നവനോ കേട്ട് മറക്കുന്നവനോ അല്ല, പ്രവൃത്തി ചെയ്യുന്നവനായി താൻ ചെയ്യുന്നതിൽ ഭാഗ്യവാനാകും. സ്വാതന്ത്ര്യത്തിൻ്റെ തികഞ്ഞ ന്യായപ്രമാണം ഉറ്റുനോക്കി അതിൽ നിലനിൽക്കുന്നവനോ കേട്ടു മറക്കുന്നവനോ അല്ല, പ്രവൃത്തി ചെയ്യുന്നവനായി താൻ ചെയ്യുന്നതിൽ ഭാഗ്യവാനാകും. ഇവിടെ ലേഖന വേദഭാഗം അവസാനിച്ചു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. വായനയ്ക്കുള്ള സുവിശേഷ വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. യേശു ഒലിവ് മലയിലേക്ക് പോയി. അധികാലത്ത് അവൻ പിന്നെയും ദേവാലയത്തിൽ ചെന്നു. ജനമൊക്കെയും അവൻ്റെ അടുക്കൽ വന്നു. അവൻ ഇരുന്ന് അവരെ ഉപദേശിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശാസ്ത്രിമാരും പരീശന്മാരും വ്യഭിചാരത്തിൽ പിടിച്ചിരുന്ന ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് നടുവിൽ നിർത്തി. അവനോട്, ഗുരു, ഈ സ്ത്രീയെ വ്യഭിചാര കർമ്മത്തിൽ തന്നെ പിടിച്ചിരിക്കുന്നു. ഇങ്ങനെയുള്ളവരെ കല്ലെറിയണം എന്ന് മോശ ന്യായപ്രമാണത്തിൽ ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു. നീ ഇവളെക്കുറിച്ച് എന്ത് പറയുന്നു എന്ന് ചോദിച്ചു. ഇതവനെ കുറ്റം ചുമത്തുവാൻ സംഗതി കിട്ടേണ്ടതിന് അവനെ പരീക്ഷിച്ച് ചോദിച്ചതായിരുന്നു. യേശുവോ കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. അവർ അവനോട് ചോദിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ നിവർന്നു. നിങ്ങളിൽ പാപമില്ലാത്തവൻ അവളെ ഒന്നാമത് കല്ലെറിയട്ടെ എന്ന് അവരോട് പറഞ്ഞു. പിന്നെയും കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. അവർ അത് കേട്ടിട്ട് മനസാക്ഷിയുടെ ആക്ഷേപം ഹേതുവായി മൂത്തവരും ഇളയവരും ഓരോരുത്തരായി വിട്ടുപോയി. യേശു മാത്രവും നടുവിൽ നിൽക്കുന്ന സ്ത്രീയും ശേഷിച്ചു. യേശു നിവർന്ന് അവളോട്, സ്ത്രീയെ, അവർ എവിടെ? നിനക്ക് ആരും ശിക്ഷ വിധിച്ചില്ലയോ എന്ന് ചോദിച്ചതിന്, ഇല്ല കർത്താവേ എന്ന് അവൾ പറഞ്ഞു. ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല, പോക, ഇനി പാപം ചെയ്യരുത് എന്ന് യേശു പറഞ്ഞു. യേശു പിന്നെയും അവരോട് സംസാരിച്ചു. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ ഇരുട്ടിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനാകും എന്ന് പറഞ്ഞു. യേശു പിന്നെയും അവരോട് സംസാരിച്ചു. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനാകും എന്ന് പറഞ്ഞു. ഇവിടെ സുവിശേഷ ഭാഗം അവസാനിച്ചു. ക്രിസ്തു നമ്മെ ഈ വചനങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.
ദിവസം കൂടെ കർത്താവെ അടിയങ്ങൾക്ക് അവിടുന്ന് ദൈവത്തെ ആരാധിക്കാൻ തക്കവണ്ണം അവിടുന്ന് ഞങ്ങൾക്ക് കൃപ ചെയ്തിരിക്കുകയാണ്. നമ്മോട് സ്തുതിക്കുന്ന കർത്താവെ സ്തോത്രം ചെയ്യുന്നു. ഈ സമയം കർത്താവെ ഞങ്ങൾക്ക് കുടുംബമായി ദേവാലയത്തിൽ കടന്നു വരുവാനും കഴിഞ്ഞ ദിനങ്ങളിൽ വലിയവരായ ദൈവം ഞങ്ങളെ നടത്തിയ വിധങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി അർപ്പിക്കാനും തുടർന്നുള്ള ജീവിതത്തിൽ കർത്താവിൻ്റെ അനുഗ്രഹങ്ങളും നന്മകളും പ്രാപിപ്പാനും തക്കവണ്ണം ഞങ്ങൾ തിരുസന്നിധിയിൽ അടുത്ത് വന്നിരിക്കുന്ന കർത്താവെ അനേക ദൈവമക്കൾക്ക് കിട്ടാത്ത വലിയ ഭാഗ്യം കർത്താവെ ഏഴകളായിരിക്കുന്ന അടിയങ്ങൾക്ക് അവിടെ നിന്ന് നൽകി ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന കർത്താവെ ഞങ്ങളായവരെ കാട്ടിലും ഒട്ടും ശ്രേഷ്ഠത ഉള്ളവരല്ല കർത്താവെ, എങ്കിലുമോ അവിടുത്തെ കൃപയാൽ ദൈവമേ ഒരു വിശുദ്ധ ദിവസം കൂടെ കർത്താവെ ഞങ്ങൾക്ക് അവിടെ ദാനമായി നൽകിയ വലിയ ദൈവനായി നന്ദി അർപ്പിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ പാവങ്ങളും കുറവുകളും കുറ്റങ്ങളും ഒക്കെ കർത്താവെ കണക്കിടാതെ അവിടുത്തെ നന്മകളാൽ നിറച്ച കർത്താവെ ഈ നിമിഷം വരെയും ഞങ്ങൾക്കുള്ളവരെയും സഭയായി ഞങ്ങളെ എല്ലാവരെയും കാത്തു പരിപാലിച്ച വൻകൃപയ്ക്കായി നന്ദി അർപ്പിക്കുന്ന കർത്താവെ. ഞങ്ങൾ ഇന്ന് അർപ്പിക്കുന്ന ഈ ആരാധന കർത്താവെ ദൈവമേ അവിടെ സ്വീകരിക്കുകയും അവിടെ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദേശത്തെ വിവിധ ഭാഗത്തായ നടിയങ്ങൾ കർത്താവെ പ്രഭാതത്തിൽ തന്നെ യാത്ര ചെയ്ത് കടന്നുവന്നുമല്ല കർത്താവെ. ഞങ്ങളുടെ യാത്രകളിലെല്ലാം ദൈവം കൂടെ ഇരുന്ന വൻകൃപയ്ക്കായി നന്ദി അർപ്പിക്കുന്ന കർത്താവെ. ദൈവമേ ഞങ്ങൾ ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിപ്പാൻ തക്കവണ്ണം ദൈവം സഹായിക്കുമാറാകണമേ എന്നും പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഞങ്ങൾ പല ചിന്തയുള്ളവരാണ് കർത്താവെ, എങ്കിലും ഈ ആലയത്തിൻ്റെ ഉള്ളിൽ ഞങ്ങളായിരിക്കുമ്പോൾ കർത്താവെ എല്ലാവരും ദൈവമേ ഒരേ ചിന്തയോടുകൂടെ തന്നെ കർത്താവെ ദൈവത്തെ ദർശിക്കുവാൻ തക്കവണ്ണം ദൈവം അവിടെ ഞങ്ങൾക്ക് കൃപ ചെയ്യുവാനാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവത്തിൻ്റെ സാന്നിധ്യം കർത്താവെ ഞങ്ങൾ അനുഭവിച്ചുകൊണ്ട് കർത്താവെ ദൈവത്തിൻ്റെ അനുഗ്രഹം ഞങ്ങൾ പ്രാപിച്ചുകൊണ്ട് വിശുദ്ധനായ ദൈവത്തെ ഞങ്ങൾ കാണുവാൻ തക്കവണ്ണം ഞങ്ങളുടെ കണ്ണുകളെ തുറന്ന് കർത്താവെ, ദൈവത്തെ കേൾക്കുവാൻ ഞങ്ങളുടെ കാതുകളെ തുറന്ന് കർത്താവെ, ദൈവത്തെ അനുസരിപ്പാൻ തക്കവണ്ണം ദൈവം ഞങ്ങളെ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ ലോകത്ത് ഞങ്ങൾ ജീവിക്കുമ്പോൾ കർത്താവെ വളരെയധികം ഭാരവും വേദനകളും കഷ്ടപ്പാടുകളും രോഗത്തിൻ്റെ പ്രയാസങ്ങളും ഒക്കെ നിറഞ്ഞതായ ഒരു ലോകയാത്രയിലാണ് കർത്താവെ ഞങ്ങളായിരിക്കുന്നത്. ദൈവമേ അവിടെ നിന്ന് ഞങ്ങളെ ദൈവമേ വളരെയധികം കഷ്ടപ്പെടുത്താതെ ദൈവമേ ലോകത്ത് ജീവിക്കാൻ ആവശ്യമായ നന്മകളും കൃപകളും എല്ലാം ഓരോ നിമിഷവും അവിടെ നിന്ന് പകർന്നു നൽകി അവിടുത്തെ കരങ്ങളിൽ ഞങ്ങളെ ഭദ്രമായി കാത്തു പരിപാലിക്കുന്ന വലിയ ദൈവനായി നന്ദി അർപ്പിക്കുന്ന കർത്താവെ. തുടർന്നും ഞങ്ങൾ അവിടുത്തെ കരങ്ങളിൽ തന്നെ ഭദ്രമായിരിക്കാൻ ദൈവത്തെ തന്നെ ആശ്രയിപ്പാൻ തക്കവണ്ണം ദൈവത്തെ ആശ്രയിക്കുന്നവർ എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെ എന്ന് വചനം ഞങ്ങളെ പഠിപ്പിക്കും പോലെ കർത്താവെ ഞങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് കർത്താവെ ഈ ലോക ജീവിതയാത്ര കർത്താവെ ഞങ്ങൾക്ക് എത്ര ഭാരമുള്ളതായിരുന്നാലും അതെല്ലാം കർത്താവെ ദൈവത്തിൽ ഞങ്ങൾ ആശ്രയിക്കുമ്പോൾ കർത്താവെ അത് ഭാരമുള്ളതായി തീരുകയില്ലല്ലോ കർത്താവെ. അങ്ങനെ ഞങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് തന്നെ കർത്താവെ ദൈവം ഞങ്ങൾക്കായി സഹനത്തിൽ കരുതുന്ന ദൈവം എന്നുള്ള വിശ്വാസബോധത്തോടുകൂടെ തന്നെ കർത്താവെ ദൈവത്തിൻ്റെ മക്കളായി ലോകത്ത് ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമേ എന്നും പ്രാർത്ഥിക്കുന്നതാണ്. ഇന്ന് ദൈവമേ ഇന്ന് ആരാധനയ്ക്കായി കടന്നു വന്ന എല്ലാ ദൈവമക്കളെ അനുഗ്രഹിക്കണമേ കർത്താവെ. ദൈവമേ ഓരോരുത്തരുടെ ആവശ്യങ്ങളിൽ അവിടെ കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ ആലയത്തിൽ ദൈവം നൽകിയിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും തൃക്കരങ്ങളുടെ സമയം ദൈവമേ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളെയും അവിടെ നാഥനായി കൂടെ ഇരിക്കണമേ കർത്താവെ. ഒരു ആപത്തോ അനർത്ഥങ്ങളോ ഒന്നും കൂടാതെ കർത്താവെ അവിടുത്തെ രക്തത്താൽ ഞങ്ങളുടെ ഓരോ ഭവനങ്ങളും മുദ്രയിട്ട് കാണപ്പെടുവാൻ, ഞങ്ങളുടെ യാത്രകൾ അനുഗ്രഹിക്കപ്പെടുവാൻ, ഞങ്ങളുടെ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ, ഞങ്ങളുടെ വാക്കുകളിലൂടെ ഞങ്ങളുടെ പ്രവൃത്തികളിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം ദൈവമേ അവിടെ കൃപ ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നാഥ. കുടുംബത്തിൻ്റെ ആവശ്യങ്ങളെല്ലാം തൃക്കരങ്ങളിൽ ഞങ്ങൾ ഒരു മനസ്സോടുകൂടെ തന്നെ തൃക്കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ ആവശ്യങ്ങൾ ഞങ്ങൾ സമർപ്പിക്കുന്നതിന് മുന്നമായി തന്നെ കർത്താവെ ഞങ്ങളുടെ ഓരോരുത്തരുടെ ആവശ്യങ്ങളും കർത്താവ് അറിയുന്നതിനായി നന്ദിയോട് സ്തുതിക്കുന്ന കർത്താവെ, സ്തോത്രം ചെയ്യുന്ന കർത്താവെ. എല്ലാം തരുവാൻ കഴിവുള്ള ദൈവത്തിൻ്റെ കരങ്ങളിൽ ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിക്കുന്ന കർത്താവെ. എല്ലാ കുടുംബനാഥന്മാരെ അനുഗ്രഹിക്കണമേ കർത്താവെ. അവർ ആരോഗ്യത്തോടായിരിക്കാൻ തക്കവണ്ണം ദൈവത്തിലുള്ള ആശ്രയബോധത്തോടായിരിക്കാൻ തക്കവണ്ണം കുടുംബങ്ങൾക്ക് നല്ല നേതൃത്വം നൽകുവാൻ ഉപജീവന മാർഗങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ തക്കവണ്ണം എല്ലാ പ്രിയമുള്ളവരെയും ദൈവമേ അവിടെ അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. യഹോവ ഭക്തനായ പുരുഷൻ
അനുഗ്രഹങ്ങൾ ഞങ്ങൾ വചനത്തിലൂടെ പഠിക്കുന്നുവല്ല കർത്താവെ. അപ്രകാരം ഓരോ മക്കളും കർത്താവെ ആ അനുഗ്രഹത്തോടുകൂടെ തന്നെ ആയിരിക്കാൻ തക്കവണ്ണം ദൈവമേ അവിടുന്ന് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന നാളെ എല്ലാ അമ്മമാരെയും തൃക്കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഈ നാളുകളിൽ കർത്താവെ ഓരോ അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടി കർത്താവെ പ്രാർത്ഥിക്കാൻ തക്കവണ്ണം ദൈവം അവിടെ ഒരുക്കുന്ന കൃപയ്ക്കായി നന്ദി കർത്താവെ. അവരുടെ യാചനകളെ എല്ലാം ശ്രദ്ധ വെച്ച് കേട്ട് കർത്താവെ കുടുംബത്തിന് അനുഗ്രഹങ്ങളാൽ അവിടെ നടക്കണമേ കർത്താവെ. ഓരോ ദിവസവും അവരുടെ കാര്യങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം ഉപജീവന മാർഗങ്ങളിൽ ഏർപ്പെടുവാൻ തക്കവണ്ണം ഭവനത്തിലെ കാര്യങ്ങൾ വളരെ ചിട്ടയോടുകൂടെ ചെയ്യുവാൻ തക്കവണ്ണം ഒരു കുറവുകൾ കൂടാതെ ചെയ്യുവാൻ തക്കവണ്ണം കർത്താവ് എല്ലാവരെയും അവിടെ സഹായിക്കുമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവത്തിലുള്ള ശക്തി ഓരോ നിമിഷവും ഞങ്ങൾ അനുഭവിപ്പാൻ തക്കവണ്ണം കർത്താവ് അവിടെ കൃപ ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നതാണ്. കുടുംബത്തിലെ എല്ലാ മക്കളെയും കർത്താവെ സമർപ്പിക്കുന്നു കർത്താവെ. യൗവന മക്കളെ അനുഗ്രഹിക്കണമേ കർത്താവെ. ദൈവത്തിന്റെ കൃപ കർത്താവെ ഓരോ മക്കളും അനുഭവിപ്പാൻ ദൈവം സഹായിക്കണമേ. പഠന കാലഘട്ടം അനുഗ്രഹിച്ച് നൽകണമേ. പ്രിയമുള്ളവരുടെ യാത്രകളിലെല്ലാം കൂടെ ഇരിക്കണമേ കർത്താവെ. ദൈവത്തിന് വേണ്ടി വൻകാര്യങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം ഓരോ മക്കളെയും ദൈവം അവിടെ എടുത്ത് ഉപയോഗപ്പെടുത്തുന്ന കൃപയ്ക്കായി നന്ദി അർപ്പിക്കുന്ന കർത്താവെ. പഠിക്കുവാൻ ദൂരത്തിലായിരിക്കുന്ന മകളെ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്ന കർത്താവെ. ഒരു വർഷം ദൈവമേ അവർക്ക് പഠിക്കുവാനുള്ള കൃപ പറഞ്ഞ ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. പരീക്ഷ നാളുകളിലെല്ലാം കർത്താവ് കൂടെ നിന്ന് വഴി നടത്തണമേ എന്ന് യാചിക്കുന്ന കർത്താവെ. ദൈവമേ പരീക്ഷയിൽ വിജയം നൽകിയ മകനെ ഞങ്ങൾ ഓർക്കുന്ന കർത്താവെ. ദൈവം നൽകിയ വിജയത്തിനായി നന്ദി അർപ്പിക്കുന്ന കർത്താവെ. എല്ലാ കുഞ്ഞുമക്കളെയും തൃക്കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന നാളെ എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ കർത്താവെ. അവധി നാളുകൾ അവർ ഭവനത്തിലായിരിക്കുമ്പോൾ കർത്താവെ ദൈവത്തിൻ്റെ വചനം പഠിക്കുവാനും കർത്താവെ അനേക പാഠങ്ങൾ ദൈവത്തെ ഭവനത്തിൽ നിന്ന് പഠിക്കുവാൻ തക്കവണ്ണം ദൈവത്തെ അധികമായി സ്നേഹിപ്പാൻ ആഴമായി സ്നേഹിപ്പാൻ ദൈവം അവിടെ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവത്തെ ദുഷ്ടത നിറഞ്ഞ ലോകത്താണ് ഞങ്ങളുടെ കുഞ്ഞുമക്കളെ ഇറങ്ങി പോകുന്നത് കർത്താവെ. ദൈവത്തിൻ്റെ കരങ്ങളിൽ അവിടെ അവരെ വഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഞങ്ങളുടെ മക്കളെല്ലാവരും കർത്താവെ ലോകത്തിൽ അനുഗ്രഹിക്കപ്പെട്ട മക്കളായി കർത്താവെ തിന്മകളിൽ ഒന്നും ഏർപ്പെടാതെ ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളായി ദൈവത്തിൻ്റെ സംരക്ഷണയിലായിരിക്കാൻ തക്കവണ്ണം കർത്താവ് അവിടെ കൃപ ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. വിവാഹത്തിലൂടെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളായിരിക്കുന്ന സ്ഥാനങ്ങളിലെല്ലാം ദൈവം അവരെ വഴി നടത്തണമേ കർത്താവെ. അവരെ ആക്കി വെച്ചിരിക്കുന്ന സ്ഥാനങ്ങളിൽ കർത്താവെ അവരായിരിക്കുന്ന ഭവനങ്ങളിൽ കർത്താവെ ദൈവത്തിൻ്റെ വെളിച്ചങ്ങളായി ശോഭിപ്പാൻ തക്കവണ്ണം അവരുടെ കുടുംബജീവിതങ്ങൾ ഏറെ അനുഗ്രഹിക്കപ്പെടുവാൻ തക്കവണ്ണം കർത്താവെ മാതാപിതാക്കളായ അടിയങ്ങളത് കണ്ട് സന്തോഷിക്കുവാൻ തക്കവണ്ണം ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം കർത്താവ് അവിടെ കൃപയാൽ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നതാണ്. കുടുംബത്തിലെ രോഗികളായിരിക്കുന്ന അടിയങ്ങളെ എല്ലാ തൃക്കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. വിവിധ രോഗത്തിൻ്റെ ഭാരത്തിലൂടെ കർത്താവെ ഓരോ ജീവിതങ്ങൾ കടന്നു പോകുന്നുവല്ലോ കർത്താവെ. അവിടുത്തെ അടിപ്പിണരുകളാൽ കർത്താവെ ഈ സമയം ഞങ്ങൾക്ക് ഏവർക്കും അവിടെ സൗഖ്യം കൽപ്പിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവിടെ നിന്ന് ഞങ്ങളിൽ വസിക്കണമേ നാഥ. അവിടെ നിന്ന് ഞങ്ങളിൽ വസിക്കുമ്പോൾ ഞങ്ങളോട് കൂടെ പാർക്കുമ്പോൾ കർത്താവെ ഞങ്ങളിലുള്ള രോഗങ്ങൾ ഭാരങ്ങളെല്ലാം അകന്നു പോകുമല്ലോ കർത്താവെ. അവിടുത്തെ രക്തത്താൽ കർത്താവെ ഞങ്ങളെ കഴുകണമേ. ഞങ്ങളുടെ പാപങ്ങളെ കഴുകണമേ. ഞങ്ങളുടെ രോഗങ്ങളെ അവിടെ നിന്ന് മാറ്റി നൽകുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവിടുത്തെ നോട്ടം ഞങ്ങളെ സൗഖ്യമാക്കുന്നുവല്ല കർത്താവെ. അവിടുത്തെ സ്പർശനം കർത്താവെ ഞങ്ങളെ സൗഖ്യമാക്കുന്നുവല്ല കർത്താവെ. അവിടെ നിന്ന് പറയുന്ന ഓരോ വാക്കും ഞങ്ങളെ സൗഖ്യമാക്കുന്നുവല്ല കർത്താവെ. ഈ പകൽക്കാലം ഞങ്ങൾ ദേവാലയത്തിൻ്റെ ഉള്ളിലായിരിക്കുമ്പോൾ കർത്താവെ ഞങ്ങൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ സ്പർശനം അനുഭവിപ്പാൻ ദൈവത്തിൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുവാൻ ഞങ്ങളുടെ രോഗങ്ങളെല്ലാം മാറിക്കൊണ്ട് കർത്താവെ വളരെ ശക്തിയോടുകൂടെ ആരോഗ്യത്തോടുകൂടെ കർത്താവെ ദൈവത്തിന് വേണ്ടി വൻകാര്യങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ശരീരത്തെയും ആത്മാവിനെയും അവിടെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എല്ലാ രോഗാവസ്ഥകളും മാറ്റുവാൻ കർത്താവ് അവിടെ ശക്തനാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളെയും ആവശ്യങ്ങളെയും കർത്തരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവം എല്ലാ ആവശ്യങ്ങളെയും കർത്താവ് അവിടെ അത്ഭുതകരമായി അതിശയകരമായി അവിടെ നിന്ന് നടത്തുന്ന കൃപയ്ക്കായി നന്ദി അർപ്പിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ ഈ ആലയത്തിലെ അനേക കുടുംബങ്ങളെ 2 ഹൗസിൽ താമസിക്കുന്നുവല്ല കർത്താവെ. അവർക്ക് നല്ല ഭവനങ്ങൾ നൽകി ദൈവം അനുഗ്രഹിക്കണമേ കർത്താവെ. പുതിയ 2 ഹൗസിന് വേണ്ടി ദൈവമേ അതിന് പുതിയ ഭവനത്തിൽ താമസിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് അതിനു വേണ്ടി കർത്താവെ അന്വേഷണത്തിലായിരിക്കുന്ന മക്കളുണ്ട് കർത്താവെ. അവർക്ക് എല്ലാ സാഹചര്യങ്ങളും അവർ ആഗ്രഹിക്കുന്നതിനപ്പുറമായ കർത്താവെ നല്ല ഭവനങ്ങളെ നൽകി നല്ല ജീവിതങ്ങളെ നൽകി ദൈവം അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കടൻ ഭാരത്തിലായിരിക്കുന്ന നിങ്ങളെല്ലാവരെയും നൽകുന്ന കർത്താവെ എല്ലാ ഭാരങ്ങളും കർത്താവ് മാറ്റി അവിടുത്തെ സമ്പന്നനാണ്
സമയമാണല്ലോ കർത്താവെ. അവിടുത്തെ സമ്പന്നതയാൽ ഞങ്ങളുടെ ഓരോ കുടുംബങ്ങളും നിറയപ്പെടുവാൻ തക്കവണ്ണം കർത്താവ് അവിടുത്തെ കൃപയാൽ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. തനിയായിരിക്കുന്ന എല്ലാ മക്കളെയും കാത്തുകൊള്ളണമേ കർത്താവെ. അവിടുത്തെ കൃപ അവരോട് കൂടെ ഇരിക്കണമേ. തനിയല്ല കർത്താവെ, അവിടുന്ന് കരം പിടിച്ച് അവിടുന്ന് വഴി നടക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ ഭവനങ്ങളിലുള്ള ഞങ്ങളുടെ യാത്രകളെ അനുഗ്രഹിക്കണമേ കർത്താവെ. ഞങ്ങളുടെ യാത്രയ്ക്കായി ദൈവം നൽകിയ എല്ലാ വാഹനങ്ങളെയും ഈ സമയം കർത്താവിൻ്റെ പാദത്തിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു കർത്താവെ. ഞങ്ങൾ അധ്വാനിച്ചതല്ല കർത്താവെ, അവിടെ ഞങ്ങളുടെ ഓരോ കുടുംബങ്ങളിലും അവിടെ നൽകിയതാണല്ലോ കർത്താവെ. യാത്രകൾ അനുഗ്രഹപൂർണ്ണമായിരിക്കാൻ ദൈവമേ അവിടെ കൃപ ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ ഭവനങ്ങളിൽ ദൈവമേ പുതിയ പുതിയ അനുഗ്രഹങ്ങൾ ദൈവം നൽകിയല്ലോ കർത്താവെ. ഒരു വാഹനം വാങ്ങുവാൻ തക്കവണ്ണം കർത്താവെ ഡിഗ്രി കുടുംബമായി അവിടുന്ന് സഹായിച്ചുവല്ലോ കർത്താവെ. ദൈവമേ വാഹനത്തിലെ യാത്ര പ്രിയമുള്ളവർക്ക് അനുഗ്രഹപൂർണ്ണമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇപ്രകാരം ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും കർത്താവെ അനേക നന്മകൾ കർത്താവെ ഞങ്ങൾ ഓരോ കുടുംബങ്ങളിലും അവിടെ നൽകിയല്ലോ കർത്താവെ. എല്ലാത്തിനുമായി കർത്താവെ ഞങ്ങൾ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഞങ്ങൾ അർപ്പിക്കുന്ന കർത്താവെ ഈ സ്തുതി സ്തോത്രങ്ങൾ അവിടെ സ്വീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ ദൈവം ഓരോ നിമിഷം വളർത്തുമ്പോഴും കർത്താവെ ഞങ്ങളെ ഉയർത്തുമ്പോഴും കർത്താവെ ഞങ്ങളെ അതിൽ അഹങ്കരിക്കാതെ കർത്താവെ ഇതിന് ഞങ്ങൾ യോഗ്യതയുള്ളവരാണോ എന്ന് ഞങ്ങളെ തന്നെ ഒന്ന് ശോധന ചെയ്യുവാൻ ദൈവമേ ഞങ്ങൾ അഹങ്കരിച്ച് ഞങ്ങളുടെ ജീവിതങ്ങളൊന്നും ദോഷമായി തീരാതെ കർത്താവെ. നന്മകൾ ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവമേ ദൈവം തരുമ്പോഴും ദൈവമേ അത് ഞങ്ങൾ അനുഭവിക്കുമ്പോഴും കർത്താവെ മറന്നു പോകാതെ ദൈവത്തിൻ്റെ സന്നിധിയിൽ എന്നും നന്ദി അർപ്പിച്ചുകൊണ്ട് കർത്താവെ നന്ദിയുള്ള മക്കളായി ജീവിപ്പാൻ തക്കവണ്ണം കർത്താവ് അവിടെ ഞങ്ങളെ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളും കർത്താവെ ഏറെ അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം, സഭയ്ക്ക് അനുഗ്രഹമായി തീരുവാൻ, ദൈവനാമത്തിന് അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം ഞങ്ങളായിരിക്കുന്ന സ്ഥാനങ്ങളിലൊക്കെയും ഞങ്ങളാക്കി വെച്ചിരിക്കുന്ന ദേശങ്ങളിലൊക്കെയും കർത്താവെ ദൈവത്തിൻ്റെ കർത്താവെ സാക്ഷ്യമുള്ള മക്കളായി ജീവിപ്പാൻ തക്കവണ്ണം കർത്താവ് അവിടെ സഹായിക്കുമാറാകണമേ എന്നും പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ ആലയത്തെ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു കർത്താവെ. ഇവിടെയുള്ള ആരാധന ഞങ്ങൾ ആരംഭിച്ചിട്ട് 1 വർഷം തികയുമ്പോൾ കർത്താവെ ഞങ്ങൾ ഈ 1 വർഷക്കാലം നടത്തിയ വിധങ്ങളെ ഞങ്ങൾ ഓർക്കുന്നു കർത്താവെ. അതിന് മുന്നമായി ദൈവം ഞങ്ങളെ നടത്തിയ വിധങ്ങളെയും ഞങ്ങൾ ഓർക്കുന്നു കർത്താവെ. പ്രതിസന്ധികളിലൂടെ കഴിഞ്ഞുപോയ ദിനങ്ങളെ ഞങ്ങൾ ഓർക്കുന്നു കർത്താവെ. ദൈവമേ എല്ലാം എൻ്റെ ദൈവം അറിയുന്നു കർത്താവെ. ഞാൻ ഈ സഭയെ നടത്തിയ എല്ലാ സഭാ ശുശ്രൂഷകന്മാരെയും ഞങ്ങൾ ഓർക്കുന്നു കർത്താവെ. അവരുടെ ശുശ്രൂഷകളെല്ലാം ദൈവമേ നാളുകളിൽ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന കൃപയ്ക്കായി നന്ദി അർപ്പിക്കുന്നു കർത്താവെ. ഒരു ജനതയായി കടീട്ടിൽ എന്ന സഭയുടെ നാമത്തിൽ ഞങ്ങൾ കർത്താവെ തിരുസന്നിധിയിൽ കൂടി വരുവാൻ തക്കവണ്ണം ഈ സ്ഥാനത്ത് കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് കൂടുവാൻ തക്കവണ്ണം ദൈവം അവിടെ സഹായിച്ചതിനായി നന്ദി അർപ്പിക്കുന്നു. പുതിയ ദേവാലയം ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ ആരാധനയ്ക്ക് തടസ്സം കൂടാതെ കർത്താവെ ഈ ദൈവമേ കടീട്ടിൽ എന്നുള്ള നാമത്തിൽ തന്നെ കർത്താവെ ഒരുമിച്ച് കൂടുവാൻ തക്കവണ്ണം പ്രിയമുള്ളവർ ആഗ്രഹിക്കുമ്പോൾ കർത്താവെ ഞങ്ങളുടെ ആഗ്രഹങ്ങളെ അവിടെ നൽകുമല്ലോ കർത്താവെ. ആഗ്രഹിക്കുന്ന ഉള്ളങ്ങളെ നിറയ്ക്കുവാൻ കഴിവുള്ള ദൈവത്തിൻ്റെ സന്നിധിയിൽ കർത്താവെ ഈ സമയം ദൈവമേ ഹൃദയഭാരത്തോടുകൂടെ കർത്താവെ ആലയത്തിന് വേണ്ടി ഡയസിന് വേണ്ടിയൊക്കെയും പ്രാർത്ഥനയിൽ കർത്താവെ ഞങ്ങളുടെ ദൈവം എല്ലാ ആലയങ്ങളുമായിരിക്കുന്നുവല്ലോ കർത്താവെ. അവിടുന്ന് ദൈവമേ ഞങ്ങളുടെ യാചനകളും പ്രാർത്ഥനകളും അവിടുന്ന് കേൾക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആർക്കും ഒരു ദോഷവും കടന്നു വരാതെ കർത്താവെ ഞങ്ങളുടെ ഡയസിസ് അനുഗ്രഹിക്കപ്പെട്ട രീതിയിലായി തീരേണ്ടതിന് കർത്താവെ ഞങ്ങൾ അർപ്പിക്കുന്ന ആരാധനയും പ്രാർത്ഥനയും കർത്താവെ അവിടെ അംഗീകരിക്കുമാറാകണമേ എന്നും പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ ഈ ആളുകളിൽ സഭയ്ക്ക് നേതൃത്വം നൽകുന്ന എല്ലാ മക്കളെയും കർത്താവിൽ സമർപ്പിക്കുന്നു കർത്താവെ. എല്ലാ ഡീക്കന്മാരെയും അനുഗ്രഹിക്കണമേ കർത്താവെ. ചെറുതും വലുതുമായ ദൈവത്തിൻ്റെ വേല ഈ ആലയത്തിൽ ചെയ്യുന്ന എല്ലാ മക്കളെയും കർത്താവെ അവിടെ അനുഗ്രഹിക്കുമാറാകണമേ എന്നും പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവത്തെ പ്രതിഫലം കൂടാതെ കർത്താവെ സമയവും എല്ലാം ചെലവഴിച്ചുകൊണ്ട് കർത്താവെ നിൽക്കുമ്പോൾ ദൈവമേ അതിന് 10 മടങ്ങ് നന്മകളാൽ നിറയ്ക്കുവാൻ ശക്തിയുള്ള ദൈവത്തിൻ്റെ കൃപ കർത്താവെ ഓരോ മക്കളും കർത്താവെ അനുഭവിക്കാൻ തക്കവണ്ണം സഹായിക്കണമേ. ഞാൻ ഈ ദേവാലയത്തിൽ വേല ചെയ്തതുകൊണ്ട് ദൈവം എന്നെ ഇത്രത്തോളം അനുഗ്രഹിച്ചു എന്ന് ഓരോ മക്കളും സാക്ഷ്യം പറയുവാൻ തക്കവണ്ണം അവരുടെ ജീവിതങ്ങളെ ദൈവം അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു
പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളൊക്കെ ഉയർന്ന തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നതാല ദൈവത്തിന് വേണ്ടി പാടുവാൻ തക്കവണ്ണം ദൈവം വന്ന് സഹായിക്കണമേ കർത്താവെ. അവരുടെ പാട്ടുകൾ ഞങ്ങളുടെ ആരാധനയ്ക്ക് കർത്താവെ കേൾക്കുന്ന മക്കൾക്ക് ഏറെ ആശ്വാസകരമായിരിക്കാൻ സഹായിക്കണമേ കർത്താവെ. ദൈവം ഉയർന്ന അനുഗ്രഹിക്കണമേ കർത്താവെ. ജീവിതത്തിന് ആവശ്യമായ എല്ലാ നന്മകളും ദൈവം അവിടെ നിന്ന് നൽകണമേ കർത്താവെ. ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന വലിയ ശുശ്രൂഷ കർത്താവെ പ്രിയമകന്റെ ജീവിതത്തിന് ഏറെ അനുഗ്രഹമായി തീരുവാൻ, ഞങ്ങളുടെ ആലയത്തിലെ ആരാധനയ്ക്ക് അനുഗ്രഹപ്രദമായി തീരുവാൻ കർത്താവ് ഈ നാളുകളിൽ ഒരുക്കുന്ന കൃപയ്ക്കായി നന്ദി അർപ്പിക്കുന്നു കർത്താവെ. ഈ നാളുകളിൽ ഞങ്ങൾക്ക് കർത്താവെ ഈ മക്കളോട് ചേർന്ന് ഇവിടെ ശുശ്രൂഷ അർപ്പിക്കാൻ തക്കവണ്ണം ദൈവം അവിടെ നിന്ന് ഒരുക്കിയ വൻകൃപയ്ക്കായി നന്ദി അർപ്പിക്കുന്നു കർത്താവെ. ദൈവം വചനം പറയുവാൻ തക്കവണ്ണം ബലഹീനനായ അച്ഛനെ അവിടെ നിന്ന് ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവത്തെക്കുറിച്ച് പറയുവാൻ തക്കവണ്ണം അവിടുത്തെ കർത്താവെ കൃപ പകരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവീക ശക്തം കർത്താവെ ഈ പകൽക്കാലം ഞങ്ങൾ ഓരോരുത്തരും അനുഭവിപ്പാൻ തക്കവണ്ണം ദൈവം അവിടെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ വചനം കേട്ട് ഇന്ന് ഞങ്ങൾ വചനത്തിൽ വായിച്ചതുപോലെ കർത്താവെ വചനം കേട്ട് ഞങ്ങൾ തന്നെ ചതിക്കാതെ കർത്താവെ അത് കേൾക്കുന്നവരായിട്ട് മാത്രമല്ല കർത്താവെ അതിനെ കർത്താവെ ഞങ്ങൾ പാലിക്കുന്ന മക്കളായി തീരുവാൻ തക്കവണ്ണം കർത്താവ് അവിടെ നിന്ന് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇന്നുള്ള വചന ശുശ്രൂഷ കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു രൂപാന്തരം ഉണ്ടാകുവാൻ ദൈവം അവിടെ നിന്ന് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മീയമായ മന്ന കർത്താവെ ഞങ്ങളത് തൃപ്തിയോടെ അനുഭവിച്ചുകൊണ്ട് ഈ ലോകത്തിൽ ഞങ്ങൾ ദൈവമേ ജീവിക്കുമ്പോൾ അത് ഞങ്ങളുടെ കാലിന് ദീപവും ഭാര്യയ്ക്ക് പ്രകാശമായി തീരുവാൻ തക്കവണ്ണം ദൈവം അവിടെ നിന്ന് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ ഡയസിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന നാഥ അവിടുത്തെ കൃപ പകരണമേ. എല്ലാ പ്രതിസന്ധികളും ഈ നാളുകളിൽ മാറിപ്പോകുവാൻ തക്കവണ്ണം അവിടെ പ്രവർത്തിക്കുന്ന വൻകൃപയ്ക്കായി നന്ദി അർപ്പിക്കുന്നു കർത്താവെ. എല്ലാ സഭകളെയും അനുഗ്രഹിക്കണമേ കർത്താവെ. എല്ലാ സഭാ ശുശ്രൂഷകളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സർവ്വജനത്തെയും കർത്താവോട് അനുഗ്രഹിച്ച് വാഴ്ത്തണമേ. വരനാഴ്ച സിനഡിൽ നടക്കുന്ന മീറ്റിങ്ങിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ അതിന് നേതൃത്വം നൽകുന്നവർ അവിടുത്തെ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുവാൻ തക്കവണ്ണം കർത്താവ് അവരെ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായിട്ട് കടന്നു പോകുന്ന യാത്രകളെല്ലാം എല്ലാവരുടെ യാത്രകളിലും എല്ലാം എൻ്റെ കർത്താവ് കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മിഷൻ ഫീൽഡുകളെ അനുഗ്രഹിക്കണമേ കർത്താവെ. അവിടെയുള്ള ആരാധന കർത്താവെ സർവജനത്തിനും അനുഗ്രഹപ്രദമായി തീരുവാൻ കർത്താവിനെ സ്വീകരിച്ച മക്കൾക്ക് കർത്താവെ അതിൽ ഏറ്റവും സന്തോഷമുള്ളതായി തീരുവാൻ സഹായിക്കണമേ കർത്താവെ. മിഷണറിമാരെ അനുഗ്രഹിക്കണമേ കർത്താവെ. ദൈവം ഇവിടുന്ന് കർത്താവെ അവിടെ നിരോഗത്തിരുന്ന നാളുകളിൽ കർത്താവെ അവിടെ അത്ഭുതം പ്രവർത്തിച്ചതുപോലെ ഞങ്ങളുടെ മിഷണറിമാരിലൂടെയും കർത്താവെ ഈ നാളുകളിൽ അവിടെ അത്ഭുതം പ്രവർത്തിക്കുന്ന വൻകൃപയ്ക്കായി നന്ദി അർപ്പിക്കുന്നു കർത്താവെ. ലോകം കർത്താവെ യുദ്ധത്തിൻ്റെ ഭീഷണിയിലായിരിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ രാജ്യവും കർത്താവെ ഈ നാളുകളിൽ ദൈവമേ യുദ്ധത്തിൻ്റെ ഭീഷണിയിലായിരിക്കുന്നു കർത്താവെ. വെളിവർത്തിയെന്നെല്ലാം കർത്താവെ അവർ ദൈവമേ ചർച്ചകൾ ചെയ്ത് കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും കർത്താവെ എല്ലാ ചർച്ചകളും ദൈവമേ അവിടെ സമാധാനം ഉണ്ടാക്കുന്നതായി തീരുവാൻ ദൈവം അവിടെ കൃപ ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ രാജ്യം കർത്താവെ എല്ലാം കർത്താവെ ആർക്കും ഒരു ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഇല്ലാതെ കർത്താവെ കർത്താവെ ലോകത്തിൽ നിന്ന് കടന്നു വന്നത് സമാധാനം ഉണ്ടാക്കുവാനാണല്ലോ കർത്താവെ. ദൈവമേ ഇന്ന് സമാധാനമില്ലാത്ത അവസ്ഥയാണ് കർത്താവെ. എല്ലാ ലോകരാജ്യങ്ങളും കർത്താവെ സമാധാനത്തിന് വേണ്ടി പ്രവർത്തിപ്പാൻ തക്കവണ്ണം സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടുന്ന വചനം പ്രകാരം കർത്താവെ ഓരോരുത്തരും ദൈവത്തിൻ്റെ മക്കളായി തീരേണ്ടതിന് കർത്താവെ അവരവരാൽ ആഹോളം സമാധാനത്തിന് വേണ്ടി പ്രയത്നിക്കാൻ തക്കവണ്ണം കർത്താവോട് കൃപ ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ ഈ സമയം ഞങ്ങളെ ഒരിക്കൽ കൂടെ അവിടുത്തെ പാദത്തിൽ ഞങ്ങൾ കൊണ്ടുവരുന്ന കർത്താവെ ആരാധനയുടെ ആരംഭം മുതൽ ഇതുവരെയും ഞങ്ങൾ വഴി നടത്തിയ ദൈവം തുടർന്നുള്ള നിമിഷവും അവിടെ ഞങ്ങൾ വഴി നടത്തണമേ. ശക്തമായ ദൈവത്തിൻ്റെ ശക്തം കേൾക്കുവാനും ദൈവം വന്ന് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. വരുന്ന ഒരാഴ്ച കർത്താവെ ഞങ്ങൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഞങ്ങളുടെ ആവശ്യങ്ങളിലെല്ലാം മതിയാവുന്ന ദൈവമായി കൂടെ ഇരിക്കണമേ. ആപത്തുകൾ അനർത്ഥങ്ങൾ കൂടാതെ കർത്താവെ ഞങ്ങൾ ആരും എണ്ണത്തിൽ കുറഞ്ഞു പോകാതെ കർത്താവെ എല്ലാവരും കർത്താവെ വരുന്ന ആഴ്ച
ദേവാലയത്തിൽ കടന്നു വന്ന് ദൈവത്തെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനുള്ള ഭാഗ്യം കർത്താവ് അവിടെ നിന്ന് ഞങ്ങൾക്ക് കൃപയായി പകർന്നു നൽകുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ പ്രവർത്തിക്കേണ്ട മേഖലകളിൽ ദൈവത്തിൻ്റെ കൃപ പകരണമേ. ഞങ്ങളായിരിക്കുന്ന ഭവനങ്ങളിൽ അവിടുത്തെ സാന്നിധ്യത്താൽ നിറച്ചുകൊള്ളുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ എവിടെയായിരുന്നാലും കർത്താവെ, പ്രാർത്ഥനയിൽ ഒരുമയോടായിരിക്കാൻ തക്കവണ്ണം കർത്താവോടൊന്ന് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ലോക സംഭവങ്ങൾ കർത്താവെ അവിടുത്തെ വരവിനെ വിളിച്ചു പറയുമ്പോൾ കർത്താവെ, ഞങ്ങൾ അതിനുവേണ്ടി ഒരുങ്ങുവാൻ തക്കവണ്ണം അവിടുന്ന് ഞങ്ങളെ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ലോക ജീവിതയാത്ര കർത്താവെ ശാശ്വതമുള്ളതല്ല കർത്താവെ. അവിടുത്തെ സന്നിധിയിൽ ഞങ്ങൾ ഓരോരുത്തരും കടന്നു വരുവാൻ തക്കവണ്ണം, അതിനായിട്ട് ഞങ്ങളുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുവാൻ തക്കവണ്ണം കർത്താവ് അവിടെ ഞങ്ങളെ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിവിടെ ഒരുമിച്ച് കാണുന്നത് പോലെ തന്നെ കർത്താവെ, അവിടുത്തെ രാജ്യത്തിൽ ഞങ്ങൾ ഒരുമിച്ച് കാണുവാൻ നിത്യാനന്ദം അനുഭവിപ്പാൻ തക്കവണ്ണം കർത്താവ് അവിടെ ഞങ്ങളെ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള ആരാധനയിലും അവിടുത്തെ മഹത്വം ഞങ്ങൾ ദർശിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കുമാറാകണമേ. ഞങ്ങളുള്ള കുറവുകൾ കൊടുക്കണമേ കർത്താവെ. നന്മകളെ അവിടെ സ്വീകരിക്കണമേ. ഞങ്ങളെ എല്ലാവരെയും കർത്താവെ ഒരുപോലെ അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. യേശു മൂലം പ്രാർത്ഥന കേൾക്കണമെന്ന ദൈവമേ. ശക്തിയും വേർപാട് സ്തോത്രക്കാരെ ദൈവസമൂഹം പ്രത്യേകമായി കാണിക്കാൻ സമർപ്പിച്ചിരിക്കുന്നു. മിസസ് രാജരത്നം ശോഭാരത്നം ഒരു കാരണമാണ് ദൈവം സഹായിച്ചു. അവരുടെ ദൈവമായ യാത്ര ദൈവം സഭയുടെ പ്രാർത്ഥന ആവശ്യപ്പെടുന്നു. മാസവരി കാണിക്കാൻ ദൈവസഭയിൽ സമർപ്പിച്ചിരുന്നു. മിസസ് സി സിംസൺ നരേന്ദ്ര, രാജരത്നം ടി, ശോഭാരത്നം ടി, ജയദേവിയുടെ ശ്രീകുമാർ നിഷ, ശ്രീകുമാർ അശ്വിനി, ഇസഫ് ഷാലം വ്യാസ്, ഷുജി ഷാലം,
കണ്ണിപ്പുകയുള്ളൂ. ദൈവസന്നിധിയിൽ സമർപ്പിച്ചിരിക്കുന്ന സ്തോത്ര വഴിപാടുകൾക്കായി ദൈവത്തിന് നന്ദി അർപ്പിക്കാൻ പ്രാർത്ഥിക്കുന്നു. കാരുണ്യവാനായ വാഴ്ത്തപ്പെട്ട ക്രിസ്തു പിതാവേ, നല്ല ദൈവമേ, അവിടുത്തെ സന്നിധിയിൽ സമർപ്പിച്ചിരിക്കുന്ന സ്തോത്ര വഴിപാടിനെ വാഴ്ത്തി അനുഗ്രഹിക്കണമേ. നൽകുവാൻ തക്കവണ്ണം ദൈവം ഞങ്ങൾക്ക് കൃപ ചെയ്തിരിക്കാൻ സ്തോത്രം. ദൈവമേ, മാസവരി കാണിക്കൽ അർപ്പിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കാണിക്കെ ദൈവം സ്വീകരിക്കുക, അനുഗ്രഹിക്കുകയും ചെയ്യണമേ. അതുപോലെ ദൈവമേ, ഇന്ന് മേശമേൽ കാണിക്ക സമർപ്പിക്കുവാൻ ഞങ്ങൾക്ക് സാധിച്ചു. ദൈവസന്നിധിയിൽ ഞങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ദൈവപ്രകാരം കാണിക്ക സമർപ്പിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം. ഞങ്ങളുടെ പൂർവികര പ്രകാരം ചെയ്ത് തലമുറ കൈമാറി ഞങ്ങളും ദൈവസന്നിധിയിൽ കാണിക്കകൾ സമർപ്പിച്ചു. ദൈവമേ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ തലമുറകളും എല്ലാം അനുഗ്രഹിക്കപ്പെടുവാൻ കൃപ ചെയ്യണമെന്ന് യാചിക്കുന്നു. ഒരിക്കൽ കൂടാതെ ഞങ്ങളെല്ലാവരും തിരുക്കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന, അനുഗ്രഹിക്കുന്ന, ആശീർവദിക്കുന്ന യേശുവിനെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പ്രത്യേകമായിട്ട് അറിയിപ്പ് പറയാനായിട്ടില്ല. എങ്കിലും ഈ ആഴ്ചയിൽ സഭയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. സിനോഡ് ബുധനാഴ്ച കൂടുകയാണ്. ദയവായിട്ട് ഈ ദിവസങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് എല്ലാവരെയും ഓർമ്മിപ്പിക്കുന്നു. കാരണം സഭകൾ അനേകം പേര് യാത്ര ചെയ്ത് സിനോഡ് സെൻറ്ററിൽ കടന്നു ചെന്ന് അവരുടെ പ്രശ്നങ്ങളൊക്കെ അറിയിക്കുന്ന സന്ദർഭമാണ്. അവരുടെ യാത്രകളെല്ലാം അപകടരഹിതമായിരിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ നേതൃത്വം നൽകുന്നവർ ഒരു സഭയിലാണ് പ്രവർത്തിക്കുന്നത്. ദൈവാത്മാവിനാൽ നീതിബോധത്തോടെ എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ ദൈവം കൃപ ചെയ്യുന്നതിന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവവചനം ചിന്തിക്കുന്നതിനായിട്ട് നമുക്കിടുന്ന 81-ാമത്തെ പാട്ട്, കർത്താവേ നീ ഇന്നേരം ദാസനെ കടാക്ഷിച്ചും തുടർന്ന് 81-ാമത്തെ പാട്ട് നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് എന്നുള്ളതാണ്. Indasane
യേശുവിൻ്റെ വചനം ചിന്തിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. വചനത്തെ ഞങ്ങൾക്ക് ഏവർക്കും വാഴ്ത്തി അനുഗ്രഹിച്ചു നൽകാനും അതിനെ കേൾക്കുന്ന പ്രിയമക്കളെ അതിന് സംസാരിക്കണം അവിടുത്തെ ക്രൂശിൻ്റെ മറവിൽ മറച്ചു വേണമെന്ന് യേശു മൂലം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമെന്ന് എല്ലാവർക്കും പ്രിയമുള്ളവരെ, ഇന്നും നമ്മുടെ ഉയർപ്പുമായി ബന്ധപ്പെട്ട ചിന്തകളാണ് ഇന്ന് ഉയർപ്പ് കഴിഞ്ഞ 3-ാമത്തെ ആഴ്ച. നമുക്കറിയാം ഉയർത്ത കർത്താവിനുള്ള നിയോഗം ഇതാണ് നമ്മൾ ചിന്തിക്കുന്നത്. നിയോഗിക്കപ്പെട്ട കമ്മീഷൻഡ് ബൈ ദ റിസൺ ക്രൈസ്റ്റ്. അതിനായിട്ടുള്ള ടെക്സ്റ്റ് 2 പാഠം തന്നിട്ടുണ്ട്. അതിനായിട്ടുള്ള ടെക്സ്റ്റ് 20-ാം അധ്യായം 20:19 മുതൽ 23 വരെ. ഇവിടെ ഒരു നിയോഗ ശുശ്രൂഷ. എന്താണ് ഈ നിയോഗം? അത് വായിച്ചപ്പോൾ ആ വേദഭാഗത്തിൽ 19-ാം അധ്യായം 20-ാം അധ്യായം 19 മുതലുള്ള വാക്യത്തിൽ യേശു പിന്നെയും അവരോട് നിങ്ങൾക്ക് സമാധാനം ആശംസിച്ച് സമാധാനം നൽകുന്ന ഒരു കർത്താവ്. ശരിക്കും പറഞ്ഞാൽ ഒരു വളരെ പ്രസക്തിയുള്ള ഒരു വിഷയമാണല്ലേ. ലോകമെന്ന അശാന്തിയുടെ നടുവിലാണ്. നീതി, ന്യായം, സത്യം, കരുണ, ദയ ഇവ ഓടി ഒളിച്ചിരിക്കുന്നത് നമുക്കിവിടെ ഒരിടത്തും അത് കാണാനായിട്ട് സാധിക്കുന്നില്ല ഒരു രംഗത്ത്. അപ്പോൾ നീതി ലഭ്യമാകും എന്ന് മനുഷ്യൻ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന പരമോന്നത നീതിപീഠങ്ങളിൽ നിന്നുപോലും മനുഷ്യർക്ക് വിശ്വാസമില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് വന്നിരിക്കുകയാണ്. യുദ്ധത്തിൻ്റെ ശ്രുതി അതൊക്കെ നടുവിൽ അത് നമ്മൾ ജീവിക്കുന്നു. ഒരു വലിയൊരു ലാർജ് സ്കെയിൽ യുദ്ധത്തിന് ഉള്ള സകല സാധ്യതകൾ ഉണ്ടായിരുന്ന ഇന്ത്യ പാകിസ്ഥാൻ അതിൻ്റെ ആ സംഘർഷം ലഘൂകരിക്കപ്പെട്ടിരിക്കുന്നു. അനേകം പേര് യുദ്ധത്തിൻ്റെ ഭാഷകളിലാണ് ഈ നാളുകളിൽ സംസാരിച്ചത്. അപ്പോൾ എന്നാലും വളരെ ചുരുക്കം പേര് സംഘർഷം വ്യാപിക്കാതെ നോക്കണം, അത് യുദ്ധമുണ്ടാകാതെ നോക്കണമെന്നൊക്കെ ഇന്ത്യയിലുള്ള ചില നേതാക്കളെങ്കിലും പറഞ്ഞു. അത് അവരപ്രിയരാകുകയും ചെയ്തിട്ടുണ്ട്. ലോകത്ത് തന്നെ പല ആളുകളും സംഘർഷം പാടില്ല എന്നൊക്കെ പറഞ്ഞതുമെല്ലാം നമുക്കറിയാം. അതുളവാക്കുന്ന വേദനകൾ എത്രമാത്രം, അതിൻ്റെ ആൻസൈറ്റീസ് ഒരുപാട് കാര്യമാണ്. ഒറ്റ ഉദാഹരണം മാറിയെന്നറിഞ്ഞപ്പോൾ കളിക്കാർ പറയണം IPL കളി നടക്കുമല്ലോ എന്നുള്ള സമസ്ത മേഖലകളിൽ ഒരു ഉദാഹരണം, സമസ്ത മേഖലകളിൽ പ്രകാരം ആണ്. എവിടെയാണ് ഈ സമാധാനവും സന്തോഷവും, എന്താണ് പ്രത്യാശ എന്ന് ചോദിച്ചാൽ അത് കാണാനായിട്ട് പോലും സാധിക്കില്ല. പ്രത്യാശയെക്കുറിച്ച് ഒരു മനുഷ്യർക്കൊന്നും സംസാരിക്കാനായിട്ട് പറ്റുന്നില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമുക്കിനി നിശ്ചയമായിട്ടും തുടർന്നുള്ള നാളിൽ സമാധാനം ലഭ്യമാകും എന്ന് പരസ്പരം ആശംസിക്കുകയും പ്രത്യാശിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിന് വിരുദ്ധമായത് കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ തന്നെ ഒരു അശാന്തി രൂപം കൊള്ളുന്നു. ഒരു അനിശ്ചിതത്വം, അൺസർട്ടനിറ്റി നമ്മളെ പിടികൂടുകയാണ്. വലിയ പ്രയാസം നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാവുകയാണ്. അപ്പോൾ തന്നെ നമുക്ക് നിരാശ മനുഷ്യനാണ്, സ്വാഭാവികമായ കാര്യമാണ്. എന്നാൽ അവിടെയൊക്കെ തന്നെ ആ നിരാശയ്ക്ക് കാര്യമില്ല. ഏത് സാഹചര്യത്തിലും കർത്താവിനോടൊത്ത് ആയിരിക്കും എന്നുള്ള വിശ്വാസമുള്ള ദൈവമക്കൾ നിശ്ചയമായിട്ടും ദൈവത്തിന്റെ വചനത്തിൽ വിശ്വസിക്കുന്നു. അതാണ് ഇന്നത്തെ സുവിശേഷത്തിന്റെ പ്രസക്തി. അവിടെ കർത്താവ് അവർക്ക് പ്രത്യക്ഷനാവുകയാണ്. ആർക്കാണെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു, കർത്താവിന്റെ ക്രൂശുമരണ ഉയർപ്പിന് ശേഷം പലരും വേദനിക്കുകയാണ്, ശിഷ്യന്മാർ ഭയപ്പെടുകയാണ്. ഇനി എന്ത് തങ്ങൾക്ക് സംഭവിക്കും? 2 ശിഷ്യന്മാർ ആ യെരൂശലേമിലിരിക്കുന്നതിന് പകരം ഇറങ്ങിപ്പോയത് കർത്താവ് അവരോടുകൂടെ സഞ്ചരിക്കുന്നത് അവരെ ബലപ്പെടുത്തി വചനം പറഞ്ഞ് റീഡിങ് ദ ബൈബിൾ വേർഡ് എന്നുള്ളവരെ ഒന്നുകൂടെ വായിപ്പിച്ച് അവരെ ബലപ്പെടുത്തി തിരിച്ചയക്കുന്നതൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചു. ഇവിടെ യെരൂശലേമിൽ കുറെ ശിഷ്യന്മാർ അവരുടെ പാദം ഒളിഞ്ഞിരിക്കുകയാണ്, മാളങ്ങളിലൊക്കെ ഒളിഞ്ഞിരിക്കുകയാണ്. അപ്പൊ അവരുടെ കൂട്ടത്തില് തോമസ് ഇല്ല, ബാക്കി ആളുകളിരിക്കുകയാണ്. അവർ മുറി അടച്ചിട്ടിരിക്കുന്നു. അങ്ങനെ ഭയന്ന് മുറി അടച്ചിട്ടിരിക്കുന്നു. അങ്ങനെ ആഴ്ചവട്ടത്തിന്റെ 1-ാം നാളായ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ ഇരിക്കുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്നവരോട് പറഞ്ഞു. യോഹന്നാൻ സുവിശേഷം 20-ാം അധ്യായം 19-ാം വാക്യം. അപ്പൊ അവർ നടുവിൽ നിന്നുകൊണ്ട് പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം. സ്വാഭാവികമായിട്ട് അങ്ങനെ പറയുന്നത് 2 കൈകളെ ഉയർത്തി
ആ നിൽക്കുന്ന കർത്താവിന്റെ ചിത്രം നമുക്കറിയാം. അതിന്റെ ആണിപ്പാടുള്ള കരങ്ങളൊക്കെ ഉണ്ട്. അതിനൊരു പ്രസക്തിയുണ്ട്. ഈ ആണിപ്പാടുള്ള കരം വെച്ചുകൊണ്ട് ആ ചിത്രം വളരെയധികം കോളിളക്കം സൃഷ്ടിച്ച വിശ്വാസികളെ ബലപ്പിച്ച ഒരു ചിത്രമാണ്. അപ്പൊ ഇവിടെ എന്താണ് ചെയ്യുന്നത്? അവരുടെ മധ്യത്തിൽ കർത്താവ് വരുന്നതാണ് വിഷയം. എന്നിട്ട് അവരോട് പറയുന്നത്, പിതാവ് എന്നെ ലോകത്തേക്ക് അയച്ചു. എന്തിനാണ് ഈ നിങ്ങൾക്ക് പറയുന്ന സമാധാനം. എന്നിട്ട് കരങ്ങൾ ഉയർത്തി പറയുകയാണ്, ഇത് പറഞ്ഞിട്ട് അവൻ കയ്യും വിലാപ്പുറവും അവരെ കാണിച്ചു. കയ്യും വിലാപ്പുറവും കാണിച്ചിട്ട് വീണ്ടും പറയുന്നത്, നിങ്ങൾക്ക് സമാധാനം. എന്നിട്ട് പറയുന്നത്, പിതാവ് എന്നെ അയച്ചു പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. അങ്ങനെയാണ് ഉയർത്ത കർത്താവ് നമ്മളെ അയക്കുന്നതിനെയാണ് ഉയർത്ത കർത്താവിനാലുള്ള നിയോഗം എന്ന് പറയുന്നത്. കമ്മീഷൻഡ് ബൈ ദ റിസൺ ക്രൈസ്റ്റ്. അപ്പൊ ഉയർത്ത കർത്താവ് നിയോഗിക്കുന്നു. അപ്പൊ ഇവിടെ അതിന്റെ പ്രസക്തി വളരെ വലുതാണ്. ഉയർത്ത കർത്താവ് നിയോഗിക്കുന്നു. അപ്പൊ ഇതിനു മുമ്പേ കർത്താവ് സമാധാനത്തെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് കാര്യം പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുമെന്ന് പറഞ്ഞു. തന്റെ സ്നേഹിതന് വേണ്ടി ജീവനെ കൊടുക്കുന്നതിനേക്കാൾ വലിയ കാര്യം വേറൊന്നും ഇല്ലാന്ന് കർത്താവ് പറഞ്ഞു. പലതുമൊക്കെ പറഞ്ഞു. അതൊക്കെ ശരിയാകുമോ? ഇപ്പൊ ശരിയായിരിക്കുകയാണ്. കർത്താവ് ജീവനെ തന്നു, കർത്താവ് ഉയർത്തു. ആ ഉയർത്ത കർത്താവ് ഒരിക്കൽ പറഞ്ഞത് നടപ്പിലാക്കി വിശ്വാസ്യതയുടെ ക്രെഡിബിലിറ്റി. ഇപ്പൊ ശിഷ്യന്മാർക്ക് ഇനി ഒന്നും പ്രതിവാക്യം പറയാനായിട്ടില്ല. അവർക്ക് അങ്ങനെയല്ല, ഇവൻ തന്റെ മാംസത്തെ നമുക്ക് ഭക്ഷിക്കാൻ തരുമോ എന്നൊക്കെ പറഞ്ഞവരുണ്ട്. അപ്പൊ ഇപ്പൊ അവർക്കൊന്നും പറയാനില്ല. അവരുടെ അടുത്ത് പറയുകയാണ്, കൈയൊക്കെ കാണിച്ച് വിലാപ്പുറമൊക്കെ കാണിച്ചിട്ട് പറയുകയാണ്, നിങ്ങൾക്ക് സമാധാനം, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. അപ്പൊ ഉയർത്ത കർത്താവിനായിട്ടുള്ള ഒരു നിയോഗ ശുശ്രൂഷ, അത് മരണത്താൽ അടയാളപ്പെടുത്തി എന്നാണ് ഞാൻ ഒന്നാമതായിട്ട് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ടാണ് മരണത്താൽ അടയാളപ്പെടുത്തിയത്? കാരണം ഇത്രയും നേരം ശിഷ്യന്മാർ അവിടെ ഉണ്ട്, ഇവിടെ കർത്താവില്ല. അവർ കർത്താവിനെ ക്രൂശിക്കുന്നത്, കർത്താവിനെ അടക്കം ചെയ്യുന്നത് ഇത്യാദി കാര്യങ്ങളെല്ലാം അറിയാം. അതിലെല്ലാം അറിഞ്ഞതാണ്. കർത്താവ് ഉയർത്തത്, കർത്താവിന്റെ കല്ലറയിൽ കർത്താവ് ഇല്ലാതിരിക്കുന്നത്, ഇതെല്ലാം അവർ മനസ്സിലാക്കിയതാണ്. പക്ഷെ ഇവര് ഭയന്നിരിക്കുന്നതിന്റെ കാരണം മറ്റൊന്നുമല്ല, ഇനി തുടർന്നുള്ള നാളുകളിൽ ഞങ്ങൾ ആക്രമിക്കപ്പെടുന്നു. കർത്താവിനോട് കൂടെ നടന്ന ഞങ്ങൾ ആക്രമിക്കപ്പെടും. തുടർന്നുള്ള നാളുകളിൽ ഞങ്ങൾ ഉപദ്രവിക്കപ്പെടും. തുടർന്നുള്ള നാളുകൾ അശാന്തിയുടെ നാളുകളാണ്. തുടർന്നുള്ള നാളുകൾ ഞങ്ങൾ കർത്താവിനെ സ്വീകരിച്ചതും കർത്താവിന്റെ കൂടെ നടന്നത് മൂലം ഞങ്ങൾക്ക് ഒരുപാട് ദോഷങ്ങൾ സംഭവിക്കും, ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് ദോഷം സംഭവിക്കും. ഇതാണ് അവർ ചിന്തിക്കുന്നത്. അപ്പൊ ഇത് മനസ്സിലാക്കണമെങ്കിൽ വലിയ കാര്യമൊന്നുമില്ല. അത് ഇന്ന് ഈ സാഹചര്യത്തിൽ അത് മനസ്സിലാക്കാൻ അവരുടെ അനിശ്ചിതത്വത്തെ, ജീവിതത്തിലെ വേദനകളെ, ഭാരത്തെ, പ്രയാസത്തെ, ഭീരുത്വത്തിന്റെ കാരണത്തെ എല്ലാം മനസ്സിലാക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല. അപ്പൊ ഇവിടെ നോക്കൂ, എന്തുകൊണ്ടാണ് ഇവർ ഭയപ്പെട്ടതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അവര് കർത്താവിനോട് ചേർന്ന് നിന്നതുകൊണ്ടാണ് അവർക്ക് ഈ കഷ്ടതകൾ ഭയപ്പെടേണ്ടി വരുന്നത്. ഒരു ഉദാഹരണമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് 1 ശമൂവേൽ 22 12 മുതൽ 23 വരെ വാക്യങ്ങൾ കാണുന്നിടത്താണ്. അവിടെ ശൗൽ ദാവീദിനെ കൊല്ലുന്നതിനെ തേടി നടക്കുന്നു. ദാവീദ് ഒളിച്ചു നടക്കുന്നു. അവൻ നോബ് എന്ന സ്ഥലത്ത് അഹീമേലെക്ക് പുരോഹിതന്റെ അടുക്കൽ വന്നു. നോബ് എന്ന സ്ഥലത്ത് ഒരു ദേവാലയമുണ്ട്. അവിടെ ഈ അഹീമേലെക്ക് പുരോഹിതനാണ് അന്നത്തെ. അദ്ദേഹത്തിന്റെ അടുക്കൽ വരികയാണ്. നോബ് പുരോഹിതൻ പാർക്കുന്ന ഈ സ്ഥലത്തു നിന്ന് ദാവീദ് അവനോട് എന്തെങ്കിലും ആഹാരം ചോദിക്കുകയാണ്. കാരണം എന്താണ്? ശൗലിനെ പേടിച്ച് നടക്കുകയാണ്. ദൈവത്താൽ അഭിഷേകം ചെയ്യപ്പെട്ട അടുത്ത രാജാവ്. ഇപ്പൊ തന്നെ ശൗൽ അവനെ അഭിഷേകം ചെയ്തു. പക്ഷെ ശൗൽ ജീവിച്ചിരിക്കുന്നു. ശൗലിന്റെ മരണശേഷം രാജാവാകേണ്ടവനാണ് ദാവീദ്. എന്നാൽ സത്യത്തിൽ ദാവീദാണ് രാജാവ്. ശൗലാണെങ്കിൽ ദൈവം തള്ളിക്കളഞ്ഞു. എന്നിട്ട് ദാവീദിനെ രാജാവാക്കി കഴിഞ്ഞു. അവനെ എന്നാലും ഇങ്ങനെ ഗുഹയിൽ നിന്ന് ഗുഹയിലേക്ക് ഇങ്ങനെ അവനെ പേടിച്ച് ഓടി നടക്കുകയാണ്. അപ്പോൾ ഇവൻ ഈ
നോബെന്ന സ്ഥലത്ത് വന്നിട്ട് അഹിമേലെക്ക് പുരോഹിതനോട് ഞങ്ങൾ വിശന്നിരിക്കുന്നു, കുറേ ദിവസം കൊണ്ട് ഭക്ഷണമില്ല, ഞങ്ങൾക്ക് എന്തെങ്കിലും ഭക്ഷണം തരണമെന്ന് പറയുകയാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നോക്കൂ, നിങ്ങൾ വിശുദ്ധിയുള്ളവരാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഭക്ഷണം തരാം. കാരണം മറ്റു ഭക്ഷണമല്ല, ദൈവത്തിന് അർപ്പിച്ച കാഴ്ചയപ്പം മാത്രമേ ഉള്ളൂ. ഇതൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ ചോദിക്കുക, അങ്ങനെ കാഴ്ചയപ്പം ഒക്കെ വയ്ക്കുമോ? അത് അന്നത്തെ ആരാധന രീതിയാണ്. വൈകുന്നേരം ആകുമ്പം പുതിയ അപ്പം ചുറ്റുന്നു, ആ അപ്പത്തിനെ കൊണ്ടുവന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ കാഴ്ചയപ്പം വയ്ക്കുന്നു. അവര് ആഹാരം കഴിക്കുന്നതൊക്കെ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് രാവിലെ പ്രഭാതത്തിൽ ഇതിനെ എടുത്തു കൊണ്ടുപോയി അവരാഹരിക്കുന്നു. അതാണ് ദൈവത്തിന് സമർപ്പിക്കുന്നു എന്നുള്ളതാണ് അന്നത്തെ ചിന്തകൾ. അപ്പൊ ശൗല് പേടിച്ചു കിടക്കുന്ന ഈ ദാവീദ് ആഹാരത്തിനായിട്ട് ഇവന്റെ അടുത്ത് എത്തുമ്പോൾ അവൻ ഭയപ്പെടുന്നില്ല. പക്ഷെ അവനറിയാം ദാവീദിനെ കൊല്ലുന്നതിന് ശൗൽ ഓടി നടക്കുന്നു. ദാവീദിനെ ആരെങ്കിലും സഹായിച്ചാൽ അവരുടെ ജീവിതം അപകടത്തിലാകും. അതൊന്നും നോക്കുന്നില്ല. ഈ അപകട ഫാക്ടർ അതിനെ പറ്റി ബോധവാനേ അല്ല. എന്നിട്ട് എന്താണ് ചെയ്യുന്നത്? ദാവീദിന് പറയുന്നു, നിങ്ങൾ വിശുദ്ധിയുള്ളവരെങ്കിൽ ഭക്ഷണം. അതുപോലെ ഞങ്ങള് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് വിശുദ്ധിയോടെ ഇരിക്കുകയാണ്. അവര് ഭക്ഷണം കൊടുക്കുന്നു, അവർ കഴിക്കുന്നു. പറഞ്ഞു, എന്തെങ്കിലും വാളോ ആയുധമോ വല്ലതും ഇരിപ്പുണ്ടോ? ഒന്നും ഞങ്ങളുടെ കയ്യിലില്ല, ഓരോ കമ്പും തടിയും ഒക്കെ ഉള്ളൂ, മരുഭൂമിയിൽ നിന്ന് കിട്ടിയത് എന്തെങ്കിലും ഉള്ളൂ. അപ്പോഴാണ് പറഞ്ഞു, നീ ഗോല്യത്തിനെ കൊന്ന ആ വാളുണ്ടല്ലോ, അതിവിടെ ഇരിപ്പുണ്ട്, അതിവിടെ ദൈവത്തിനാണല്ലോ കൊണ്ടുവച്ചത്, അതിവിടെ ഇരിപ്പുണ്ട്, അത് തരാം. അയാൾ ആ വാള് കൊടുക്കുന്നു, അതുകൊണ്ട് ഇയാള് പോകുന്നു. ഈ വിഷയം മനസ്സിലാക്കിയ ശൗൽ അഹിമേലെക്കിനെ കൊല്ലുന്നതിനോടൊപ്പം തന്നെ 85 പുരോഹിതന്മാരെയും കൊല്ലുന്നു. ദാവീദിനെ സഹായിച്ചതാണ് ഒറ്റ കാരണം. ദാവീദിനെ, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, ദാവീദ് എന്താണ്? ദൈവത്താൽ അഭിഷേകം ചെയ്യപ്പെട്ടവനാണ്. ദാവീദിന്റെ പക്ഷം ചേരുന്നത് ദൈവത്താൽ തള്ളപ്പെട്ട ശൗലിന്റെ പക്ഷത്ത് നിൽക്കുന്നതിന് വ്യത്യാസമുണ്ട്. അപ്പൊ ദൈവത്തിന്റെ പക്ഷം ചേർന്നത് കൊണ്ട് അഹിമേലെക്ക് 85 പുരോഹിതന്മാരും കൊല്ലപ്പെട്ടു. നീതിയുടെ പക്ഷം നിൽക്കുന്നത് കൊണ്ട് കൊല്ലപ്പെടുകയാണ്. അപ്പൊ അവിടെ നിന്ന് അയാളുടെ പുത്രൻ മാത്രം ഓടി വന്ന് അബ്യാഥാർ എന്ന പുരോഹിതൻ, അവനും അഹിമേലെക്കിന്റെ പുത്രൻ, അവനും പുരോഹിതനാണ്. അവനും ഓടി വന്ന് ദാവീദിന്റെ പക്ഷം ചേർന്നിട്ട് പറയുകയാണ്, എന്റെ അപ്പനെ കൊന്നു, 85 പുരോഹിതന്മാരെ കൊന്നു, എന്നെയും കൊല്ലാൻ നോക്കുന്നപ്പോൾ നീ എന്നോടുകൂടെ നിൽക്കുക, നിനക്ക് ഞാൻ സംരക്ഷണം തരാം. അവൻ ദാവീദിന്റെ പക്ഷം ചേരാണ്. എന്നിട്ട് ദാവീദ് പറയുന്നത് ആണ് വളരെ ശ്രേഷ്ഠമായ കാര്യം. നോക്കൂ, നിങ്ങൾ എന്റെ പക്ഷം ചേർന്നത് കൊണ്ടാണ് നിങ്ങൾ കൊല്ലപ്പെടാൻ കാരണം. ഞാൻ മുഖാന്തരം നിങ്ങൾ കൊല്ലപ്പെട്ട 85 പുരോഹിതന്മാർ, പഞ്ഞിനൂൽ ധരിച്ച ശ്രേഷ്ഠ പുരോഹിതന്മാർ 85 പേർ കൊല്ലപ്പെട്ടു. ഈ കാലഘട്ടത്തിന്റെ പുരോഹിതൻ കൊല്ലപ്പെട്ടു. കാരണം എന്നോട് ചേർന്നത് കൊണ്ടാണ്. ഈ ഞാൻ എന്ന് പറയുന്നത്, ഈ ദാവീദ് എന്തിനാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? അവൻ ദൈവത്തെ റെപ്രസെന്റ് ചെയ്യുന്നു, അവൻ നീതിയെ റെപ്രസെന്റ് ചെയ്യുന്നു. അതുകൊണ്ടാണല്ലോ അനീതി കണ്ട ശൗലിനെ ദൈവം തള്ളിക്കളഞ്ഞത്. അവൻ അനുസരണയെ റെപ്രസെന്റ് ചെയ്യുന്നു, അവൻ വാക്കുപാലിക്കുന്നതിനെ റെപ്രസെന്റ് ചെയ്യുന്നു. അതുകൊണ്ട് അവന്റെ പക്ഷം ചേരുകയാണ്. അതാണ് ശ്രേഷ്ഠം എന്നുള്ളതാണ്. ശൗൽ പ്രതിനിധാനം ചെയ്യുന്ന നെഗറ്റീവ് സൈഡിനെ, അതായത് അനുസരണക്കേടിന്റെ ഏകാധിപത്യത്തെ, സ്വാർത്ഥതയെ തള്ളിക്കളയുന്ന കുറച്ചു പേരുണ്ട്. അവരിൽ 86 പേര്, 85+ പ്രധാന പുരോഹിതൻ കൊല്ലപ്പെടുമ്പോൾ ഒരാൾ രക്ഷപ്പെടുന്നു. അപ്പൊ നീതിയോട് ചേരുന്നതിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 86:1 എന്നുള്ളതാണെന്ന് ഞാൻ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ എത്ര മിഷണറിമാർ കൊല്ലപ്പെട്ടു. ഈ അടുത്ത കാലത്ത് ഗ്രഹാം സ്റ്റെയിൻസിന്റെ മരണപ്പെട്ട ഡേറ്റ് അവിടെ ഇട്ടിരിക്കുന്നത് കണ്ടു. അതെ, അവിടെ ചെന്ന് മത പരിവർത്തനത്തിൽ ഒരു മതപരിവർത്തനവും നടത്തിയില്ല. അദ്ദേഹം മിഷണറി, കുഷ്ഠരോഗികളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന മിഷണറിയാണ് അദ്ദേഹം. അല്ലാതെ ഈ ആളുകളെ കണ്ടെത്തിയുന്ന ആളല്ല, മതപരിവർത്തനം നടത്തുന്ന ആളായിരുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന് 2 ആൺമക്കളെയും ചുട്ടുകൊന്നു. ഭയങ്കരമായ ഒരുപക്ഷെ പഴയ കാലത്ത് നമ്മൾ കേട്ടതിനേക്കാൾ ആധുനിക കാലത്ത് നടന്ന ഏറ്റവും ക്രൂരമായ കൊലപാതകം. ഇങ്ങനെ അനേകം മിഷണറിമാർ ആക്രമിക്കപ്പെട്ടു, അപമാനിക്കപ്പെട്ടു, ദേഹോപദ്രവേൽപ്പിക്കപ്പെട്ടു, ജയിലിലായിരുന്നു. അനേകം പേർ കൊല്ലപ്പെട്ടു.
അപ്പൊ ആ ദൈവത്തിന്റെ പക്ഷം ചേർന്നിരിക്കുന്നവർക്ക് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഇവിടെ നിയോഗം, ദൈവം തന്റെ പുത്രനെ നിയോഗിച്ച ആ നിയോഗം ഇവിടെ മുറിപ്പാടുകളാൽ അടയാളപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. അത് കൈകളിൽ അതിന് മുറിവുണ്ട്, വിലാപ്പുറത്ത് മുറിവുണ്ട്. അതുകൊണ്ട് ദൈവത്തിന്റെ നിയോഗം എന്ന് പറയുന്നത്, നിയോഗം ആ ശുശ്രൂഷയിൽ മരണവും ഈ കഷ്ടതകളും സന്തത സഹചാരിയാണ്. രണ്ടാമതായിട്ട് ഞാൻ ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, നിയോഗിക്കപ്പെട്ടവർ ചൂടടയാളം വഹിക്കണം എന്നുള്ളതാണ്. ഇവിടെ പൗലൂസിന്റെ ശുശ്രൂഷ ഏറ്റെടുത്തത് പീഡന ഏൽക്കാൻ തുടങ്ങിയത് നമുക്കറിയാം. യഹൂദനായിരുന്നപ്പോൾ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നവനായിരുന്നു. അവൻ യഹൂദപക്ഷത്തിരുന്നപ്പോൾ യേശുവിന്റെ കൂടെയുള്ളവരെ, നീതിയുടെ പക്ഷത്തിരുന്നവരെ ഉപദ്രവിക്കുന്നവനായി മാറി. എന്നാൽ ദമസ്കസിന്റെ പടിവാതിൽക്കൽ വെച്ച് കർത്താവ് അവനെ പിടികൂടി അവനെ ദൈവത്തിന് തന്റെ പക്ഷത്താക്കിയപ്പോൾ അതുമുതൽ അവൻ ഉപദ്രവിക്കപ്പെടുന്നവനായി മാറി. അപ്പൊ ഈ ശൗൽ അത് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ ഇതിനെ കുറിച്ചുള്ള മെസ്സേജിന്റെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നപ്പോ നമ്മുടെ വാട്സപ്പില് ഫേസ്ബുക്കിൽ ഇതിനെ കുറിച്ച് ഒരു ഇത് വന്നു. എന്താണെന്ന് അറിയാമോ? ദമസ്കസിന്റെ പടിവാതിൽ എന്ന് പറഞ്ഞ് കാണിച്ചതാ പറഞ്ഞു. ആ സ്ഥലത്ത് വെച്ച് ദമസ്കസിലേക്ക് കയറുന്നിടത്ത് ഇന്ത്യ ഗേറ്റ് എന്നൊക്കെ പറയുന്നത് പോലെ അതിന്റെ പടിവാതിൽക്കൽ അവിടെയൊക്കെ ഇന്ന് വലിയ വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ വെച്ചാണ് ദൈവം അവനെ പിടികൂടുന്നത്. അവനെ പിടികൂടുമ്പോ പറയുന്നത് എന്താണ്? നീ ഇപ്പോഴേർപ്പെട്ടിരിക്കുന്ന ഇത്, അല്ലെങ്കിൽ ആ നടപടി, അല്ലെങ്കിൽ നീ ഏർപ്പെട്ടിരിക്കുന്ന രീതി, ആ ഗ്രൂപ്പ് നിനക്ക് യോജിച്ചതല്ല, ഇത് ശരിയല്ല, ഇത് നീതിയല്ല, നിന്നെ നീതിയുടെ പക്ഷത്താക്കാം, നിന്നെ എന്റെ പക്ഷത്താക്കാം. അവൻ അതിനെ അംഗീകരിച്ച് യഹോവയുടെ പക്ഷത്തായി മാറുമ്പോൾ അവൻ നീതിയുടെ പക്ഷത്തായിരിക്കുന്നവന് ഉപദ്രവം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. അവന്റെ ഉപദ്രവത്തിന്റെ തോതെന്ന് പറയുന്നത് പല സന്ദർഭത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ അത് പ്രസ്താവിച്ചിട്ടുണ്ട്. എന്താണ് ഈ ചൂടടയാളം? ഈ ചൂടടയാളം എന്ന് പറഞ്ഞാൽ ഈജിപ്തിൽ ഹെർക്കുലീസിന്റെ ഒരു ക്ഷേത്രമുണ്ട്. ഒരടിമ രക്ഷപ്പെട്ടാൽ ആളുകൾ ഇങ്ങനെ തേടി പിടിച്ചു വന്ന് ചിലരവനെ മരണശിക്ഷയ്ക്ക് വിധിക്കും, ചിലരവനെ കഠിനമായി മർദ്ദിച്ച് വീണ്ടും അവന്റെ അടിമയാക്കും. എന്നാൽ ഒരു അടിമ രക്ഷപ്പെട്ടു വന്ന് ഈ ഹെർക്കുലീസിന്റെ ദേവാലയത്തിൽ കയറിയാൽ അവിടെ ഒരു കാര്യം ഒരു മുദ്രയിടക്കം ചെയ്യും. അവനെ ഹെർക്കുലീസിന്റെ ദേവാലയത്തിന്റെ സ്വകാര്യ സ്വത്തായി കണക്കാക്കുകയും ഒരു ചാപ്പ കുത്തുന്നത് ചൂടാക്കി ഭയങ്കരമായിട്ട് പഴുപ്പിച്ച് അവന്റെ മേൽ ആ ദേവാലയത്തിന്റെ ചാപ്പ കുത്തും. അപ്പോഴിനി ആർക്കും ഇവനെ വന്ന് പിടിക്കാനായിട്ട് സാധ്യമല്ല. പിന്നെ ഇവൻ ദൈവത്തിന്റെ ആ ക്ഷേത്രത്തിന്റെ വകയായി മാറും. ആരും അവനെ ഉപദ്രവിക്കാൻ പാടില്ല. ഈ പറഞ്ഞതുപോലെയാണ് ഈ പൗലൂസിന്റെ മേൽ അവൻ പറയുകയാണ്, ഞാൻ ചൂടടയാളം വഹിക്കുന്നു, ക്രിസ്തുവിന്റെ ചൂടടയാളം വഹിക്കുന്നു. ഇതുവരെ ദൈവത്തെ കഷ്ടപ്പെടുത്തി ഉപദ്രവിച്ചുകൊണ്ടിരുന്ന ഞാൻ ഇപ്പോഴിതാ ഞാൻ ദൈവത്തിന്റെ വകയെന്ന ചൂടടയാളം വഹിക്കുകയും ഞാൻ ഇപ്പോൾ അവന്റെ കഷ്ടതകളെ ഞാൻ സഹിക്കുകയും ചെയ്യുന്നു. എഫെസ്യർ 6:14 യേശുവിന്റെ ചൂടടയാളം വഹിക്കുന്നു. അവിടെ പഞ്ചമുറിവുകൾ, യേശുവിന്റെ പഞ്ചമുറിവുകളെ അതിനെയാണ് ചൂടടയാളം എന്ന് അയാള് വ്യാഖ്യാനിക്കുക. അത് ഞാൻ വഹിക്കുകയാണ്. എനിക്കൊരു നിയോഗമുണ്ട്, എനിക്കൊരു ശുശ്രൂഷയുണ്ട്. ആ ശുശ്രൂഷ ഞാൻ ചെയ്യുന്നത് ഈ ചൂടടയാളം വഹിച്ചുകൊണ്ടാണ്. എന്താണ് അതിന്റെ ശുശ്രൂഷ? അത് തന്നെ വളരെ വ്യക്തമാക്കിയിട്ടുണ്ട്. ജാതികളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നതാണ് ശുശ്രൂഷ. സത്യം പറഞ്ഞാൽ ഒരു യഹൂദൻ അവന്റെ ജീവിതത്തിലെ ഏറ്റവും മോശം അവസ്ഥയായി കാണുന്നത് ജാതികളോട് സംസാരിക്കുന്നതാണ്. ഇവൻ തന്നെ അവനെ കുറിച്ച് പറയണത്, എബ്രായനിൽ എബ്രായൻ, പരീശനിൽ പരീശൻ, എന്നെ പോലെ ശ്രേഷ്ഠനായ ആഢ്യത്വമുള്ള ആരുണ്ട് എന്നവൻ പറയുകയാണ്. എന്നെ പോലെ സമ്പന്നൻ, വിദ്യാലയമുള്ള പരീശനാണ്, ഡോക്ടർ ഓഫ് സയൻസ്, എന്നെ പോലെ ആരുണ്ട് എന്നവൻ പറയുകയാണ്. നിങ്ങൾക്ക് അവകാശപ്പെടാൻ, ആരെക്കാട്ട് അവകാശപ്പെടാൻ പറ്റുന്നതിനെക്കാട്ടി എനിക്ക് അവകാശപ്പെടാം. ഇപ്പൊ ഒരാള് റോമാ പൗരനെന്നും പറഞ്ഞിട്ട് പൗലൂസിനെ ഉപദ്രവിക്കുമ്പോൾ പൗലൂസ് പറയാണ്, ഞാൻ ആരാണെന്ന് നിനക്കറിയാമോ? ഞാൻ റോമാ പൗരനാണ്. എങ്ങനെയാണ്? ഞാൻ ഇന്നതുപോലെ ഇങ്ങനെ ജനിച്ചത് മുതൽ റോമാ പൗരനാണ്. അവൻ പറയാണ്, ഞാൻ റോമാ പൗരത്വം വിലയ്ക്ക് വാങ്ങിച്ചവനാണ്. അപ്പോൾ ഈ പൗലൂസ് എന്ന് പറയുന്ന ഈ ശ്രേഷ്ഠനായ വ്യക്തി അവൻ യേശുവിന്റെ ചൂടടയാളം വഹിച്ച് അവൻ നിയോഗിക്കപ്പെടുമ്പോൾ
ദമസ്കസിന്റെ പടിവാതിൽക്കൽ വെച്ച് യേശു അവനെ കണ്ടുമുട്ടി പിടികൂടി അവനെ നിയോഗിക്കുന്നത് ഒരു പ്രത്യേക ശുശ്രൂഷയ്ക്കായിട്ട് അവൻ കാണുന്നത്. അതാകട്ടെ ജാതികളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നത്. ജാതികളെ കാണുന്നത് പോലും നിഷിദ്ധമെന്ന് കരുതിയിരിക്കെ ഒരു യഹൂദൻ തിരഞ്ഞെടുക്കുന്ന അവന് നിയോഗിക്കപ്പെടുന്നത് അതിനു വേണ്ടിയാണ്. ലോകം മുഴുവനും ഓടി നടന്ന്, അന്നറിയപ്പെടുന്ന ലോകം എന്ന് പറയുന്ന സ്ഥലത്ത് ഓടി നടന്ന് അവൻ സഭകൾ സ്ഥാപിക്കുന്നു, അവന് കഷ്ടതകൾ ഏറ്റുവാങ്ങുന്നു. നിയോഗിക്കപ്പെടുന്നത് ചൂടടയാളം വഹിച്ചുകൊണ്ട്. മൂന്നാമതായിട്ട് നിയോഗിക്കപ്പെട്ടവർ ക്രിസ്തുവിന് വേണ്ടി അധ്വാനിക്കണം. അപ്പൊ ഈ ക്രിസ്തു ഉയർത്ത ശേഷം ശിഷ്യന്മാരോട് യെരുശലേമിൽ കാത്തിരിക്കാൻ പറയുകയാണ്. പത്രോസ് എന്താണ് ചെയ്യുന്നത്? അവൻ വലയും എടുത്തുകൊണ്ട് അവൻ മീൻ പിടിക്കാൻ പോകും. പറഞ്ഞു, എന്നെ കൊണ്ടിരിക്കാൻ വയ്യ, 3 ദിവസമായി വിശന്നിട്ട് എന്നെ കൊണ്ടിരിക്കാൻ വയ്യ. വെള്ളം കുടിക്കാതെ എത്ര ദിവസമായിരിക്കും? ശ്വാസം കിട്ടാതെ 6 മിനിറ്റ് ഇരിക്കാവുന്നതാണ് പരമാവധി. അതിന്റെ എക്സർസൈസ് ചെയ്താൽ അല്പസ്വല്പം കൂടെ. ബാക്കി ആഹാരം കിട്ടാതെയും വെള്ളം കുടിക്കാതെയും ഒക്കെ എത്ര നേരം ഇരിക്കും? വിശന്നപ്പോൾ അവന്റെ വിശ്വാസമൊക്കെ പോയി. അവൻ പറയാണ്, ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു. അപ്പൊ ദൈവം പറയുക, യേശു പറയുകയാണ്, നീ അവിടെ മുഴുവൻ അവിടെ ഇരിക്കെ, ഇവിടെ ഇരുന്ന് ആത്മാവ് ശക്തി പ്രാപിക്കുക എന്ന് പറയുമ്പോൾ മറ്റുള്ളവർ പറയാണ് അവരും കൂടെ പോകുന്നു. യോഹന്നാൻ 21:3. ഒരു രാത്രി മുഴുവനും അധ്വാനിച്ചു, പക്ഷെ ഫലമില്ല. അപ്പൊ കർത്താവ് അവിടെ പ്രത്യക്ഷനായിട്ട് പറയുകയാണ്, വലതുഭാഗത്ത് വല വീശുക, റൈറ്റ് സൈഡിലേക്ക്, ശരിയായിട്ടുള്ള സൈഡിലെ വലതുവശം ഒന്ന് അവിടെ പറഞ്ഞു കൊടുത്തു. പക്ഷെ അതിന്റെ ട്രാൻസ്ലേഷൻ റൈറ്റ് സൈഡിലെ, റൈറ്റ് എന്ന് പറയാൻ ശരിയായിട്ടുള്ള സ്ഥലത്തേക്ക് വല വീശുക. അവൻ ശരിയായിട്ടുള്ള സ്ഥലത്തേക്ക് അവർ വല വീശി. ഇഷ്ടം പോലെ മീൻ. അവർക്ക് മനസ്സിലായത് കർത്താവാണ്. അവർ പറഞ്ഞോട്ട് അവരോട് ചോദിക്കുകയാണ്, പത്രോസ് നീ എന്നെ സ്നേഹിക്കുന്നു? പത്രോസ് 3 പ്രാവശ്യം യേശുവിനെ തള്ളിപ്പറഞ്ഞല്ല. പത്രോസിനോട് ചോദിക്കുകയാണ്, നീ എന്നെ സ്നേഹിക്കുന്നു? പത്രോസ് പറയുകയാണ്, ഞാൻ നിന്നെ സ്നേഹിക്കുന്ന കർത്താവേ. വീണ്ടും ചോദിക്കുകയാണ്, പത്രോസ് നീ എന്നെ സ്നേഹിക്കുന്നു? അപ്പോഴും കർത്താവെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, നീ അറിയുന്നു. വീണ്ടും പറയുന്നു, പത്രോസ് നീ എന്നെ സ്നേഹിക്കുന്നു? അതെ, ഞാൻ സ്നേഹിക്കുന്ന കർത്താവെ, നീ എല്ലാം അറിയുന്നു. 3 പ്രാവശ്യം പറഞ്ഞു, നീ എൻ്റെ ആടുകളെ മേയ്ക്കുക. അവനെ നിയോഗിക്കുകയാണ്. കമ്മീഷനിങ്. ഈ റിസൺ ക്രൈസ്റ്റ് അവനെ നിയോഗിക്കുകയാണ്, നീ എൻ്റെ ആടുകളെ പാലിക്കുക. ഇവിടെ നോക്കൂ, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ 19ാമത്തെ വാക്യം മുതൽ തുടങ്ങിയിട്ട് 22ാമത്തെ വാക്യം പറയണത് 21. യേശു പിന്നെ അവരോട്, നിങ്ങൾക്ക് സമാധാനം. പിന്നെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞ ശേഷം അവൻ അവരുടെ മേൽ ഊതി അവരോട് പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുകയും. എന്നിട്ട് അവർക്ക് ഒരുപാട് പ്രിവിലേജസ്. എന്തൊക്കെയാണ്? ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുന്നു അവ മോചിക്കപ്പെട്ടിരിക്കുന്നു, ആരുടെ പാപങ്ങൾ നിർത്തുന്നു അവ നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു കമ്മീഷൻ ചെയ്യുകയാണ്. നേരത്തെ പത്രോസിനോട് പറയുന്നത് എന്താണ്? എൻ്റെ ആടുകളെ മേയ്ക്കുക, എൻ്റെ ആടുകളെ മേയ്ക്കുക, എൻ്റെ ആടുകളെ മേയ്ക്കുക എന്ന് പറയുകയാണ്. ഇവിടെ എന്താണ് ചെയ്യുന്നത്? അവരോട് പറയുകയാണ്, നിങ്ങൾക്ക് സമാധാനം. അവർക്ക് പരിശുദ്ധാത്മാവിനെ ഊതി അവരെ ഏൽപ്പിച്ചിട്ട് പറയുകയാണ്, അവരെ കമ്മീഷൻ ചെയ്തിട്ട് പറയുകയാണ്. എന്താണ് പറയുന്നത്? നിങ്ങളെ ഞാൻ അയക്കുന്നു. ഇവിടെ അയക്കുന്നതിനെ കുറിച്ച് 1 മിനിറ്റ് കൂടെ നമുക്ക് ചിന്തിച്ച് ഈ ശുശ്രൂഷ അവസാനിപ്പിക്കാം. എന്നാണ് അയക്കുന്നത്? നമ്മൾ എവിടെ അയക്കും? നമ്മൾ എവിടെയെങ്കിലും പോകുന്നുണ്ടോ? നമ്മൾ പോകുന്നവരുണ്ട്. നമ്മൾ ശുശ്രൂഷ കർത്താവിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയുന്ന ആളുകളുണ്ട്, എല്ലാം പറയുന്നില്ല. എന്നാലും നമ്മൾ എവിടേക്ക് അയക്കപ്പെടുന്നു? ഒരു സഭയുടെ ശുശ്രൂഷകനായിട്ട് അയക്കപ്പെടുന്നു, ഒരു സഭയ്ക്ക് നേതൃത്വം നൽകാൻ അയക്കപ്പെടുന്നു, ഒരു ഭവനത്തിന് കുടുംബത്തിന് നായകനായിട്ട് നായികയായിട്ട് നയിക്കപ്പെടുന്നു, സമൂഹത്തിൽ നേതാവാകാനായിട്ട് അയക്കപ്പെടുന്നു, അനേക രംഗങ്ങളിൽ അയക്കപ്പെടുന്നു. ദൈവമാണ് അയക്കുന്നത്. അപ്പൊ ഈ സന്ദർഭത്തിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മളെ അയച്ചിരിക്കുന്ന ആ നിയോഗം, ഉയർത്ത കർത്താവാണ് എന്നെ അയച്ചിരിക്കുന്ന ലക്ഷ്യത്തോടുകൂടെ നമ്മൾ പ്രവർത്തിക്കേണ്ടത്. അത് കുടുംബനാഥൻ എന്ത് ചെയ്യാൻ പറ്റും? നല്ല മാതൃകയോടുകൂടെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ആ മക്കൾക്ക് വേണ്ടി കടമകൾ നിർവഹിക്കുവാൻ സാധിക്കും. കഠിനമായിട്ട് അധ്വാനിച്ച് കടമകൾ നിർവഹിക്കാൻ സാധിക്കും. നമ്മൾ തന്നെ കാണുന്നില്ലേ, കിട്ടുന്നത് മുഴുവനും മദ്യപാനത്തിന് വേണ്ടി ചെലവഴിക്കുന്ന ആളുകളുണ്ട്, ചീട്ടുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവരുണ്ട്, ഇന്നത് മുഴുവനും കൂട്ടുകാരോടൊത്ത് ഭക്ഷണം കഴിച്ചൊക്കെ തീർക്കുന്നവരുണ്ട്. എനിക്ക് അങ്ങനെ ഒരു സുഹൃത്തിനെ അറിയാം. അയാൾ കിട്ടുന്നത് മുഴുവൻ മദ്യപിക്കാൻ നോക്കും, പക്ഷെ സുഹൃത്തുക്കളോടൊത്ത് ഓഫീസിൽ ശരിയായിട്ട് കൊള്ളില്ല,
പല ഹോട്ടലുകൾ അവർക്ക് പറയാനായിട്ടുള്ളത് ഇന്നടുത്ത ഹോട്ടലിൽ കഴിച്ച ഫുഡിനെ കുറിച്ച്. എൻ്റെ അടുത്ത് പറഞ്ഞപ്പോഴേ പറഞ്ഞ് മെഡിക്കൽ കോളേജിൻ്റെ അടുത്ത് ഒരു വലിയ ഹോട്ടലുണ്ട്, അവിടുത്തെ ഫുഡിനെ കുറിച്ചാണ്. വീട്ടിലൊന്നും കൊണ്ടു കൊടുക്കാനില്ല. മക്കളും അവരെല്ലാം എങ്ങനെയൊക്കെ ജീവിക്കുന്നു? മദ്യപാനം കൊണ്ട് ചിലർ കളിയിൽ ഭയങ്കര തൽപരരായി കുടുംബത്തെ നോക്കുന്നില്ല. അതുപോലെ തന്നെ അമ്മമാരും പലരും മക്കളെ ശരിക്ക് അവരെ പരിചരിക്കുന്നില്ല. അവരവരുടെ കാര്യങ്ങൾ നോക്കുന്നു. അത് വരുമ്പോൾ അടുത്ത കാലത്ത് ഒരു 4-5 എണ്ണം ഇട്ടിരിക്കുന്നു. കുറേ കമ്മലുകൾ കുത്തി ഒക്കെ ഇട്ടിരിക്കുകയാണ്. അത് അങ്ങനെ നമുക്കറിയാം, കമ്മലെന്ന് പറഞ്ഞാൽ അടിമത്തത്തിന്റെ അടയാളമായിട്ട് ഇസ്രായേൽ ജനത കണക്കാക്കിയിരുന്നതാണ്. അങ്ങനെ ആ മക്കൾ നോക്കുമ്പോൾ അമ്മയ്ക്ക് പറയാനായിട്ട് പറ്റുന്നില്ല. ഒരിക്കൽ ഒരമ്മ ഒരു പരാതി ഞങ്ങളോട് പറഞ്ഞു. എൻ്റെ മകൾ വലിയ പ്രശ്നത്തിൽപ്പെട്ടിരിക്കുകയാണ്, അത് ഇങ്ങനെ ഒരു തെറ്റായ ഒരു ബന്ധത്തിൽ അകപ്പെട്ടിരിക്കുകയാണ്. അപ്പം ഞാനതിങ്ങനെ പറഞ്ഞപ്പോൾ പറഞ്ഞു, അമ്മ കൂടുതലെന്ന് പറയുന്നത് അമ്മയുടെ ജീവിതം എങ്ങനെയായിരുന്നെന്ന് എനിക്കറിയാം. സത്യമായ വിവാഹം കഴിച്ചിരിക്കുന്നത് ഇങ്ങനെ സമ്മർദ്ദം ചെലുത്തിയൊക്കെ വീട്ടുകാരെ നിർബന്ധം ചെലുത്തി വിവാഹം കഴിച്ചിരിക്കുന്നത്. ഈ അമ്മയ്ക്ക് അമ്മയ്ക്കൊരു നിയോഗമുണ്ടല്ലോ. ഇവിടെ സഭാ ശുശ്രൂഷയുടെ ഒരു നിയോഗമുണ്ട്, സഭയ്ക്ക് നേതൃത്വം നൽകുന്നവർക്ക് നിയോഗമുണ്ട്, ഒരു ഉത്തരവാദിത്വം ദൈവം നിയോഗിച്ചിരിക്കുകയാണ്. ഞാൻ നിങ്ങളെ, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. നമ്മളെല്ലാവരും കൂട്ടത്തോടെ മിഷണറിമാരായിട്ട് നമ്മൾ പോകുന്നില്ല. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, ഉത്തരവാദിത്വങ്ങളുണ്ട്. ആയിരിക്കുന്ന സ്ഥലത്ത് നമ്മുടെ ഉത്തരവാദിത്വങ്ങൾ ദൈവം നമ്മൾ നിയോഗിച്ചതുപോലെയാണെന്ന് നമുക്ക് തോന്നുന്നുണ്ടോ? റിസർവ് ലോഡ് നമ്മളോട് പറയാണ്, നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾ ഒരുപാട് സമാധാനക്കേടിന്റെ അന്തരീക്ഷത്തിലാണ് ജീവിക്കുന്നത്, എനിക്കറിയാം. നിങ്ങളാകെ പരിഭ്രമത്തിന്റെ, വിഷമത്തിന്റെ, വേദനയുടെയും രോഗത്തിന്റെയും സാമ്പത്തിക ബുദ്ധിമുട്ടുകളുടെയും പ്രതിസന്ധികളുടെയും മധ്യത്തിലാണ്. അതുകൊണ്ട് നിങ്ങൾ പലപ്പോഴും എന്നെ മാറിയിരിക്കുകയാണ്, അതെനിക്കറിയാം. പക്ഷേ ഇതാ, ഞാൻ നിങ്ങളെ ഈ ലോകത്തിലേക്ക് അയക്കുകയാണ്. ഉയർത്ത കർത്താവ്, ഞാൻ മരിക്കുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു, എൻ്റെ ആ ശരീരത്തെ ഞാൻ നിങ്ങൾക്ക് ഭക്ഷിക്കാൻ തരുമെന്ന്. ഞാനിതാ അത് ചെയ്തത് നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇനി ഉയർത്ത കർത്താവാണ് ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ നൽകിയിട്ട്, കുടുംബത്തെ നന്നായി പരിപാലിക്കാനുള്ള ആത്മാവിനെ നമുക്ക് നൽകിയിട്ട്, സഭയെ പരിപാലിക്കാനുള്ള ആത്മാവിനെ നൽകിയിട്ട്, ഈ രാജ്യത്തെ പരിപാലിക്കാനുള്ള നേതൃത്വത്തിലുള്ള ആത്മാവിനെ തന്നിട്ട് പറയുകയാണ്, നമ്മളെ നിയോഗിക്കുകയാണ്. ആ നിയോഗം നന്നായി ചെയ്യുവാൻ നമുക്ക് സാധിക്കട്ടെ. കുറച്ച് സമയം യേശുവിൻ്റെ അസാന്നിധ്യത്തിൽ അത് നന്നായിട്ട് പരിഭ്രമിച്ചിട്ട് ഭയപ്പെട്ടല്ല. നമ്മൾ യേശുവിൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഭയപ്പെട്ടു. നമ്മുടെ ഭവനങ്ങളിൽ യേശു ഇല്ലെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് ഭയപ്പെട്ടു. യേശുവില്ലാത്ത സാന്നിധ്യം, ഞങ്ങളുടെ ആബ്സെൻസ് നമ്മളെ പരിഭ്രാന്തരാക്കും. ഞാൻ എന്ത് ചെയ്യും എന്നുള്ള പരിഭ്രാന്തി നമ്മളെ ഉണ്ടാക്കും. ആ സന്ദർഭത്ത് കർത്താവ് ഇന്നൊരു പ്രത്യേക സാഹചര്യത്തിൽ അവൻ നമ്മുടെ മധ്യേ കടന്നു വന്നിട്ട് പറയാണ്, നിങ്ങൾക്ക് സമാധാനം. അവൻ നമ്മുടെ മേൽ തന്റെ ആത്മാവിനെ ഊതുന്നു. ആ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചിട്ട് അവൻ നമ്മെ നിയോഗിക്കുന്ന ആ നിയോഗം വിശ്വസ്തയോടെ ചെയ്യുവാൻ ദൈവം നമ്മെ വിളിക്കുന്നു. ഉചിതനായ ക്രിസ്തു അതിനെ നമ്മെ വിളിക്കുന്നു. അക്ഷരം നമുക്ക് സ്വീകരിക്കാം. 470 പാട്ട് നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് എന്ന സന്തോഷത്തോടെ പാടാം. പരമപിതാവിന് സ്തുതി പാടാം, അവനല്ലോ ജീവനെ നൽകിയത്. ഇടയനെ പോൽ
നമ്മെ തേടി വന്നു. പാപക്കുഴിയിൽ നിന്നേറ്റിയവൻ സ്വന്തമാക്കി നമ്മെ തീർത്തിടുവാൻ സ്വന്ത രക്തം നമുക്കേകിയവൻ. പരമപിതാവിന് സ്തുതി പാടാം. അവനല്ലോ ജീവനെ നൽകിയവൻ. കൂറുകളെ കൂടെ കൂടിലക്കി പറക്കുവാനായി നമ്മെ ശീലിപ്പിച്ചു. ചിറകുകൾ അതിന്മേൽ വിരിച്ചുകൊണ്ട് നിലംപരിശായി നാം നശിച്ചിടാതെ പരമപിതാവിനു സ്തുതി പാടാം. അവനല്ലോ ജീവനെ നൽകിയവൻ. സ്തോത്രം ചെയ്യാം ഹൃദയംഗമായി. കുമ്പിടമാവൻ മുമ്പിലാദരവായി. ഹല്ലേലൂയ പാടാം മോദമോടെ. അവനല്ലോ നമ്മുടെ രക്ഷയിൻ പാറ. പരമപിതാവിനു സ്തുതി പാടാം. അവനല്ലോ ജീവനെ നൽകിയവൻ. പ്രാർത്ഥിക്കാം. ഉയർത്ത കർത്താവിനാലുള്ള നിയോഗം എന്ന വിഷയം നാം ചിന്തിക്കുകയും അത് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ പ്രാവർത്തികമാക്കണമെന്ന് തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാം ശ്രമിക്കുകയും ചെയ്തുവരുന്നു. നാം ആയിരിക്കുന്ന മേഖലകൾ വളരെ ചെറുതായിരിക്കാം, എന്നാൽ അവിടെയെല്ലാം ഉയർത്ത കർത്താവിനാൽ നാം നിയോഗിക്കപ്പെട്ടവരാണെന്ന ബോധ്യത്തോടുകൂടെ പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കണം. തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, കർത്താവാണ് നമ്മെ നിയോഗിച്ചിരിക്കുന്നത്. അവൻ വെറുതെ നമ്മളെ തനിച്ചാക്കിയിട്ടില്ല, അവൻ്റെ ആത്മാവിനെയും നമ്മുടെ ഉള്ളിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നാം പ്രവർത്തിക്കുമ്പോൾ കർത്താവിൻ്റെ ആത്മാവിനാൽ പ്രവർത്തിക്കുന്നവരായിത്തീരണം. നമ്മുടെ സംഭാഷണങ്ങളും പ്രവർത്തനങ്ങളും ചിന്തകളെല്ലാം കർത്താവിൻ്റെ ആത്മാവിനാലുള്ളതായിരിക്കണം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ചുരുങ്ങിയ സമയത്ത് കർത്താവിൻ്റെ അസാന്നിധ്യം ശിഷ്യഗണങ്ങളെ പരിഭ്രാന്തരാക്കി എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാത്ത അവസ്ഥയിലാക്കിയല്ലോ. കർത്താവ് വന്നപ്പോൾ അവർ കണ്ടപ്പോൾ സന്തോഷിച്ചുവല്ലോ. നമ്മുടെ ജീവിതത്തിലും കർത്താവില്ലാത്ത അനുഭവം വളരെ പ്രതിസന്ധി നിറഞ്ഞതാണ്. എന്നാൽ കർത്താവിനെ കൂടെയുള്ള ജീവിതം നമ്മെ ശക്തിയുള്ളവരാക്കി, നമ്മളെ ബലമുള്ളവരാക്കി മാറ്റുന്നു. നമ്മുടെ നിയോഗങ്ങൾ, നമ്മളായിരിക്കുന്ന സ്ഥലത്തുള്ള നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതായി മാറുന്നു. അപ്പോൾ ആ ഉയർത്ത കർത്താവിനാണുള്ള ആ നിയോഗത്തെ യഥാർത്ഥ ബോധത്തോടെ മനസ്സിലാക്കി പ്രവർത്തിക്കുവാൻ ദൈവം കൃപ ചെയ്യേണ്ടത് ദൈവത്തോട് പ്രാർത്ഥിക്കും. കാരുണ്യവാനായ വാഴ്ത്തപ്പെട്ട സ്വർഗ്ഗസ്ഥ പിതാവേ, നല്ല ദൈവമേ, ഈ വിശുദ്ധ ആരാധന മധ്യ അങ്ങേ ഇവിടുത്തെ തിരുവചനം ശ്രവിക്കുവാൻ ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം. ഞാൻ ആരാധിക്കുവാൻ ഇന്ന് അവസരം ലഭ്യമായതിനായി സ്തോത്രം. ദൈവമേ, അനേക സ്ഥലങ്ങളിൽ ദൈവത്തെ ആരാധിക്കുവാൻ സാധിക്കാത്ത സന്ദർഭത്തിൽ ഞങ്ങൾക്ക് ദൈവമേ ഒരു അവസരം നൽകിയല്ലോ, നന്ദിയോടെ സ്തുതിക്കുന്നു. തിരുവചനം കേൾക്കുവാൻ ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം. ദൈവമേ, ഞങ്ങൾ ഓരോരുത്തരും ആയിരിക്കുന്ന രംഗങ്ങളിൽ ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവരാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതരായി ഞങ്ങൾ പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ടെന്ന് തിരുവചനത്തിലൂടെ ഞങ്ങളെ ബോധ്യപ്പെടുത്തിയതിനായി സ്തോത്രം. ഓരോരുത്തരും അവരവരുടെ മേഖലകളിൽ ഉയർത്ത കർത്താവിനാൽ നിയോഗിക്കപ്പെട്ടവരാണെന്നുള്ള ബോധ്യത്തോടുകൂടെ പ്രവർത്തിക്കുവാൻ സഹായിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങൾ, കുടുംബനാഥന്മാർ, കുടുംബനായകന്മാർ എല്ലാവരും ദൈവത്താൽ, ദൈവത്തിൻ്റെ ആത്മാവിനാൽ ദൈവമേ കുടുംബങ്ങളെ നയിക്കുവാൻ അവരെ സഹായിക്കണമേ. ഞങ്ങളുടെ ഔദ്യോഗിക മേഖലകളിൽ ഞങ്ങൾ ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവരായി കാണപ്പെടുവാൻ കൃപ ചെയ്യണം. ഉപജീവന മേഖലകൾ, എല്ലാ രംഗങ്ങളിലും ദൈവം നിയോഗിച്ച അതാണ് ഞങ്ങൾ എന്നുള്ള ബോധ്യത്തോട് പ്രവർത്തിക്കുവാൻ എല്ലാവരെയും സഹായിക്കണം. ഈ ആരാധനയിലൂടെ ദൈവമഹത്വം ദർശിക്കുവാൻ, തിരുവചനം കേൾക്കുവാൻ, ദൈവസ്നേഹം അനുഭവിക്കുവാനായി ഞങ്ങൾക്ക് കൃപ ചെയ്തതിനായി സ്തോത്രം. വരുന്ന ഒരാഴ്ച ഞങ്ങൾക്ക് പാർക്കുവാൻ നൽകിയ ഞങ്ങളുടെ സ്വന്തം ഭവനങ്ങളിലേക്ക് ഞങ്ങൾ കടന്നു പോകുന്നു. ഇവിടെ പാർത്ത് ദൈവമേ, ദൈവം കൃപ അനുഭവിച്ച് നന്ദിയോടെ ഞങ്ങൾ സ്തോത്രത്തോടെ വീണ്ടും നിന്റെ ഭവനമായ ആലയത്തിൽ കടന്നു വരേണ്ടതായിട്ടുണ്ട്. അതിനായി ഞങ്ങളെ സഹായിക്കണമേ.
എല്ലാ മഹത്വവും വലിയവനായ ദൈവമേ അവിടുന്ന് സ്വീകരിക്കണമേ, കുറവുകൾ പൊറുക്കണമേ. യേശു മൂലം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. വിശ്വാസത്തോടെ കർത്താവിന്റെ അനുഗ്രഹം പ്രാപിപ്പിൻ. പിതാപുത്ര പരിശുദ്ധാത്മാവാന്ത്രിയേക ദൈവത്തിന്റെ കൃപയും അനുഗ്രഹവും വാഴും നമ്മളെല്ലാവരോടും ചിന്തിച്ച ആശ എല്ലാ കാര്യങ്ങളോടും ഇപ്പോഴും എപ്പോഴും ഇരിക്കുമാറാകട്ടെ. ആമേൻ. Amen.